ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? സെറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ ഓക്കെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്. എന്തായിരുന്നു സെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത്. കൺസിഡർ ടു സെറ്റ്സ് എ എൻ ബി. നമുക്ക് രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം അല്ലേ. നമ്മൾ രണ്ട് സെറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളൊരു ഒരു ബ്രാക്കറ്റിലൊക്കെയാണ് നമ്മൾ സെറ്റ് ഇടുക. അപ്പം എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് തന്ന സെറ്റ് എന്താണ്? എ ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് 1 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ സെറ്റിലുള്ളത് 1 2 എന്ന് പറഞ്ഞ നമ്പറാണ്. ഓക്കെ, 1,2 എന്നാണ് കേട്ടോ. ബി ഈക്വൽ ടു 3 4 5. ഓക്കെ, അപ്പോൾ ബി എത്ര തന്നത്? 3 4 5. 3 നമ്പേഴ്സാണ് തന്നത്. 3ഉം 4ഉം 5ഉം ആണ് തന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ട് സെറ്റ്സാണ് നമുക്ക് തന്നത്, എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ്. അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ പറയുന്നത്. ഇൻറ്റു ക്രോസ് എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതിലെങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ. സെറ്റ്സിലൊക്കെ ഡിഫറെൻ്റ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലേ. സാധാ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ സാധാ നമ്പേഴ്സ് പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെയും സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ഒന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്? ഒരു സെറ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എൻ ബി. എന്താണ്? ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ് എൻ ബി. അപ്പോൾ ഇങ്ങനെ എന്താണ്? ഈ പെയേഴ്സൊക്കെ എന്താണ്? ഓർഡേർഡ് ചെയ്താണ്. എങ്ങനെ ചെയ്ത് നോക്കിയേ? 1 3 1 4. കണ്ടോ, എയിലും ബിയിലുമാണ് പറയുന്നത്. എന്താണ്? 1 3 1 4 1 5. ഓക്കെ, എയിലുള്ള 1ഉമായിട്ട് എയിലുള്ള 3 4 5 ബിയിലുള്ള എല്ലാ അതുമായിട്ട് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. പിന്നെ 2 3 2 4 2 5 അല്ലേ, നമുക്കറിയാം. ദിസ് സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി. ഇതിനെയാണ് നമ്മൾ എന്താണ്? പ്രൊഡക്റ്റ്. എങ്ങനെയാണ് നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ചെയ്യുക? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എങ്ങനെ ചെയ്യാണ്? എങ്ങനെ നമ്മളത് പറയാം? എ ക്രോസ് ബി എന്നാണ് പറയാം. ഓക്കെ, ക്രോസ് ഇങ്ങനെയാണ് പറയാം. നമ്മൾ ഇങ്ങനെ ഇൻറ്റു പോലുള്ളതിന് ക്രോസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള പ്രൊഡക്റ്റിന് ബിയിലുള്ള പ്രൊഡക്റ്റുമായിട്ട് എങ്ങനെയാണ് പെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ 1 3 കണ്ടാവും ചെയ്ത് കണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 1 3 1 4 പിന്നെ 1 5. ഓക്കെ, പിന്നെ എന്താണ് എയിലുള്ള അടുത്ത സെറ്റിലുള്ള നമ്പർ ഏതായിരുന്നു? 2 4 3 2 4 2 5. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ എ ക്രോസ് ബി, എയും ബിയും തന്നെ നമ്മൾ തന്നത് എയും ബി ആയതുകൊണ്ടാണ് നമ്മൾ എ ബി പറയുന്നത്. അതുപോലെ വേറെ സി ഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഒരു നെയിമാണ് തരുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ക്രോസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? എ ക്രോസ് ബി എന്നാണ് പറയുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? എ ക്രോസ് ബി എന്നുള്ളത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താണ്? 1 3 1 4 1 5 2 3 2 4 2 5. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. മനസ്സിലായോ? സെറ്റിന് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു സെറ്റിലുള്ളത് മറ്റേ സെറ്റുമായിട്ട് പെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ആയതുകൊണ്ടാണ് എയിൽ നിന്നുള്ളതിനെ പെയർ ചെയ്ത് ബിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ബി ക്രോസ് എ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ബി ക്രോസ് എ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? 3 1 അങ്ങനെ വരാം. 3 1 അങ്ങനെ വരും. 3 2. ഓക്കെ, പിന്നെ 4 1 4 2 5 1 5 2. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എ ക്രോസ് ബി ചെയ്യുന്നതിനോടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് ബി ആൻഡ് എ ഇസ് ഡിനോട്ടഡ് ബൈ. അപ്പോൾ മാം നേരത്തെ പറഞ്ഞു ബി ക്രോസ് എ ആണ് തന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതണം? ബി ഇൻറ്റു എ എന്നുള്ള രീതിയിൽ അല്ലേ. നമ്മൾ ഇൻറ്റു എന്നാണ് പറയാറല്ലേ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഇൻറ്റു എന്നല്ല, എന്താണ് പറയേണ്ടത്? ക്രോസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇൻ ദ പ്രസൻറ്റ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ഗിവൻ ബൈ എന്താ നോക്കിയേ? ബി. ഓക്കെ, അപ്പോൾ ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3 1 അല്ലേ, മാം പറഞ്ഞു അല്ലേ. 3 1 3 2 4 1. ഓക്കെ, അടുത്ത 4 1 4 2 അല്ലെങ്കിൽ പിന്നെ 5ൻ്റെ വരുമ്പോൾ 5 1 5 2 അല്ലേ, അതേപോലെ. അപ്പം ക്ലിയർലി എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരിക്കലും സെയിം ആയിരിക്കില്ല അല്ലേ. നിങ്ങൾ തന്നെ സെറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് രണ്ടും സെയിം അല്ല അല്ലേ, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് സ്മോൾ ലെറ്റർ എ ബി സി. ഓക്കെ, എന്താണ് തന്നത്? സ്മോൾ ലെറ്റർ എ ബി സി ആണ് തന്നത്. എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എന്താ തന്നത്? ഡി ഇ എന്നാണ് സെറ്റ് തന്നത്. ഓക്കെ, സി എന്ന് പറഞ്ഞതും തന്നിട്ടുണ്ട് എന്ത്? എ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ്സ് തന്നിട്ടുണ്ട്, 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ സെറ്റ്സ് ആണ് തന്നത്. ആ അതിലുള്ള എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? എയിലുള്ളത് എ ബി സി ആണ്, ബിയിലുള്ളത് ഡി ഇ ആണ്, സിയിലുള്ളത് എ ഡി ആണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് എ ക്രോസ് ബി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്രോസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്?
എ ക്രോസ് ബി യൂണിയൻ സി. ഓക്കെ, എന്താ പറഞ്ഞത്? എ ക്രോസ് ബി യൂണിയൻ സി. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, യൂണിയൻ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോമൺ ഉള്ളത് ഇൻ്റർസെക്ഷൻ, യൂണിയൻ എന്നുള്ളത് എന്താ, ഹോൾ ഉള്ളത് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ തന്നത്? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി. ഓക്കെ, ഹോൾ ക്രോസ് ബി ആണ് കേട്ടോ. പിന്നെ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ക്രോസ് സി ആണ് തന്നത്. ഓക്കെ, എന്താണ് സിക്സ് ക്വസ്റ്റ്യൻ എന്താ തന്നത്? എ ക്രോസ് എന്താണ് ഹോൾ ബി മൈനസ് സി ആണ് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഒന്ന് തറോ ആയാൽ തന്നെ നിങ്ങൾക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെ ചെയ്യും? എ ക്രോസ് ബി എങ്ങനെ ചെയ്യും? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലെ എയിലുള്ള എലമെൻറ്റിൻ്റെ എന്താണ് ബീനോട് പെയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് എ ഇ ഡി അല്ലേ, എ ഡി വരും ഫസ്റ്റ്, പിന്നെ എന്താണ് എ ഇ വരും. ഓക്കെ, പിന്നെ ബിനോട് എന്ത് ചെയ്യണം? ബി ഡി, പിന്നെ എന്താണ് ബി കോമ ഡി. ഓക്കെ, ബി കോമ ഡി അങ്ങനെ പറയാൻ കേട്ടോ. ബി കോമ ഡി, പിന്നെ ബി കോമ ഇ അല്ലേ. പിന്നെ അടുത്തെന്താ? പിന്നെ ഏതൊരു എലമെൻറ്റ് കൂടെ ഉണ്ട് എന്ത്? സി ഉണ്ട്. അപ്പോൾ എന്താണ് സി കോമ ഡി, സി കോമ ഇന്ന് വരും. ഓക്കെ, അതാണ് എ ക്രോസ് ബി വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ബി ക്രോസ് എ ആണ്. ബി ക്രോസ് എ എങ്ങനെ ചെയ്യും? തിരിച്ച് അല്ലേ. ബി നമുക്കറിയാം, എയും നമുക്കറിയാം, അപ്പോൾ തിരിച്ച് ചെയ്യണം. ഡി എ വരും, അതുപോലെ ഡി എന്ന് വരും, ബി വരും, പിന്നെ ഡി സി വരും. ഓക്കെ, പിന്നെ എന്താ ബിയിലുള്ള എലമെൻറ്റ് ഏതാ ബാക്കിയുള്ളത്? ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇ എ വരും, ഇ ബി വരും, ഇ സി വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ബി ക്രോസ് എ ക്രോസ് എ എങ്ങനെ, എ ക്രോസ് ബി എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. തിരിച്ച് ചെയ്യാം. ഓക്കെ, ഒരു സെറ്റിലുള്ളതിനെ മറ്റേ സെറ്റുമായിട്ട് എന്ത് ചെയ്യണം? പെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരു എലമെൻ്റ് എടുത്ത് മറ്റേ എലമെൻ്റായിട്ട് കൂട്ടുക, അതിലുള്ള ഈ എലമെൻറ്റിൽ നിന്ന് മറ്റേ എലമെൻ്റാക്കി പെയർ ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മളുടെ എന്താണ് എ ക്രോസ് ബി എന്ന് പറയുന്നതിൻ്റെ. ഓക്കെ, ഇനി അടുത്ത നോക്കി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ക്രോസ് ബി യൂണിയൻ സി ആണ് പറഞ്ഞത് അല്ലേ. ബി യൂണിയൻ സി എന്താണ്? ബി നോക്കിയേ, സി നോക്കിയേ. ബി യൂണിയൻ സി എന്താണ്? ഇതിലെ മൊത്തം നമ്മൾ എടുത്തെഴുതുക അല്ലേ. ബിയും സിയിലുമുള്ള സെറ്റ്സ് എലമെൻസിനെ നമ്മൾ എഴുതാണിത്. അപ്പോൾ ബിയിൽ എന്താണ്? ഏതാണ്? എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട് അല്ലേ. ബി യൂണിറ്റ് സി എന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്ക് ഡി 2 പ്രാവശ്യം ഉണ്ട്, നമ്മൾ 2 പ്രാവശ്യം എഴുതോ? ഇല്ല. നമ്മൾ സെറ്റ്സിൽ ഒരിക്കലും ഒരേ നമ്പർ ഓർ ഒരേ എലമെൻറ്റ് സെയിം 2 പ്രാവശ്യം ഒരിക്കലും എഴുതില്ല, ഒറ്റ പ്രാവശ്യം എഴുതുള്ളൂ കേട്ടോ. അപ്പോൾ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ഡി ഇ. കണ്ടോ? ബിയും സിയും നോക്കിയേ. ബിയും സിയിലെ ബിയിൽ എന്താ തന്നത് നോക്കിയേ, സിയിൽ എന്താ തന്നത്? അപ്പോൾ ബി ഈക്വൽ ടു ഡി ഇ എന്നാണ്, സി ഈക്വൽ ടു എ ഡി എന്നാണ്. ഓക്കെ, അപ്പം ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ വരും? എ ഡി ഇ എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. അത് നോക്കി. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ക്രോസ് ബി യൂണിയൻ സി എന്നായിരുന്നു അല്ലേ. അപ്പോൾ ബി യൂണിയൻ സി എന്നുള്ളത് നോക്കി, ബി യൂണിയൻ സി ചെയ്തേ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഡി എ ആണ്. അപ്പോൾ എ ക്രോസ് ബി യൂണിയൻ സി എങ്ങനെ നമ്മൾ ചെയ്യും? എ എന്താ നമുക്കറിയാം. എ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നത്? എ ബി സി ആണ്. അപ്പോൾ എ ബി സി വെച്ച് ചെയ്തേ. എ എന്താണ്? എ അല്ലേ. എയിലുള്ള എലമെൻറ്റ് നോക്കുക. ബി യൂണിയൻ സി നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എലമെൻറ്റ് ഏതായിരുന്നു? എ ഡി ഇ ആണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ക്രോസ് ചെയ്തേ. എ ഡി എ ഇ അല്ലേ. പിന്നെ ബി എ ബി ഡി ബി ഇ. ഓക്കെ, അതുപോലെ സി എ സി ഡി സി ഇ അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി യൂണിയൻ സി കിട്ടിയോ? കിട്ടിയല്ലേ. നമുക്ക് ആൻസർ എളുപ്പമല്ലേ ചെയ്യാൻ. ബി യൂണിയൻ സി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം സെയിം ഒരു 2 സെറ്റ് തമ്മിലുള്ള യൂണിയൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ 2 എലമെൻറ്റുകളിൽ ഉള്ളത് എഴുതുക. ഓക്കെ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ എഴുതരുത്. എന്താണ് സെയിം. ഇപ്പോൾ എയിലുള്ളത് 1 2, അതേപോലെ ബിയിലുള്ളത് 3 4 ആണെങ്കിൽ എന്താണ് എ യൂണിയൻ ബി എന്ന് വരുമ്പോൾ വരിക? എ 1 2 3 4. ഓക്കെ ആണോ? അപ്പം എന്തായിരുന്നു നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി. എ ഇൻ്റർസെക്ഷൻ ബി ക്രോസ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഉള്ളത്. ഓക്കെ, ഒരു സെറ്റിൽ 2 സെറ്റിൽ കോമൺ ഉള്ള എലമെൻറ്റ് ഏതാണോ അതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി ഒന്ന് നോക്കിയേ. എയിലുള്ള എലമെൻറ്റ് എ ബി സി, സിയിലുള്ള എലമെൻറ്റ് എ ഡി എന്നാണ്. അത് ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഏതാണ് അതിൽ കോമൺ ആയിട്ടുള്ളത്? എ മാത്രമല്ലേ കോമൺ ഉള്ളൂ അല്ലേ. എ മാത്രമാണ് കോമൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ എ മാത്രം വരും അല്ലേ. ആ എലമെൻറ്റ് എന്താണ്? എ മാത്രമാണ് നമ്മളുടെ സെറ്റ് കിട്ടുള്ളൂ. ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത ക്വസ്റ്റ്യൻ? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി എന്നുള്ളത് നമുക്ക് എ എന്നുള്ളൊരു എലമെൻറ്റ് മാത്രം കിട്ടി. അപ്പോൾ നമുക്ക് ബി എന്താണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡി ഇ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാം? എ ഡി എ ഇ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ 2 സെറ്റ് കിട്ടും. ഓക്കെ ആണോ? അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ക്രോസ് സി എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ചെയ്തേ. എയും ബിയും തന്നിട്ടുണ്ട്, അത് ഇൻ്റർസെക്ഷൻ ചെയ്തേ. എ ബി സി
ടി ഇ എന്നാണ് നമ്മളുടെ എയും ബിയും തന്നത്. അത് ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആകെ ഇത്രയൊരു എലമെൻ്റ് ഉണ്ടോ? എയും ബിയിലും എലമെൻറ്റ് സെയിം എലമെൻ്റ് ഉണ്ടോ? ഇല്ല അല്ലേ, സെയിം എലമെൻ്റ് ഇല്ല. കാരണം നോക്കി, എയിൽ എ ബി സി എന്നുമാണ്, ഡി ഇ എന്നാണ് ബിയിലുള്ളത്. ഓക്കെ, ഇത് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, സെറ്റിൽ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടാവുമോ? ഇല്ല. ബട്ട് വി ക്യാൻ റൈറ്റ് എന്ത്, നൾ സെറ്റ് എന്ന് എഴുതാം അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ട് നൾ സെറ്റ് എന്നുള്ളൊരു മെത്തഡ് നമ്മൾ പഠിച്ചിട്ട് എങ്ങനെയായിരുന്നു, ഒരു 5 രൂപത്തിലൊരു നൾ സെറ്റ് അല്ലേ. ഒരു സെറ്റിൽ ഒന്നുമില്ലെങ്കിലും ബട്ട് വി എന്താണ് റൈറ്റ് ചെയ്യുക, നൾ സെറ്റ് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് ഒരു നൾ സെറ്റ് കിട്ടി. നമുക്ക് സി ഈസ് ഈക്വൽ ടു, സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ഡി എന്നായിരുന്നു. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ക്രോസ് സി എന്നുള്ളത് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും, എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള നൾ സെറ്റ് എന്ന് കിട്ടി, ക്രോസ് സി. അപ്പോൾ നമുക്കത് എന്തായിരിക്കും, എന്തായിരിക്കും, അതൊരു നൾ സെറ്റ് തന്നെ ആയിരിക്കും ആൻസർ അല്ലേ. സിയിൽ എ ഡി ഉണ്ടെങ്കിൽ നൾ സെറ്റ് വെച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ല, അവിടെ ഒരു എലമെൻറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പെയറിങ് നടക്കില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, നൾ സെറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ. സെക്കൻഡ് ആണ് നോക്കി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഫൈനൈറ്റ് സെറ്റ്സ്. ഓക്കെ, 2 ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ, നമ്പേഴ്സ് നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സ്, സെറ്റിലുള്ള എലമെൻറ്റ്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ, അല്ലാതെ ഇൻഫിനിറ്റി അല്ലാതെ ഫൈനൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി, എ ക്രോസ് ബി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പം എയിൽ കുറച്ച് എലമെൻറ്റ്സും ബിയിൽ കുറച്ച് എലമെൻറ്റ്സും ഉണ്ട്. അത് ക്രോസ് ചെയ്യുമ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഫൈനൈറ്റ് സെറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, അതാണ് കേട്ടോ. അപ്പോൾ ലെറ്റ് എ ആൻഡ് ബി ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ്. ഓക്കെ, ലെറ്റ് ബി 2 നോൺ എംപ്റ്റി സെറ്റ്സ്. ലെറ്റ് എയും ബിയും എന്ന് പറയുന്നത് 2 നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. എംപ്റ്റി സെറ്റ്സ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്, കാരണം ഇതിൽ എലമെൻറ്റ്സ് ഉണ്ട്, എലമെൻറ്റ്സ് ഇല്ലാത്തതല്ല. നേരത്തെ നമ്മൾ കണ്ടുപോലെ ഇൻ്റർസെക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് അവിടെ നൾ സെറ്റ് കിട്ടി, അവിടെ എന്താണ് എലമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണ്, എലമെൻറ്റ്സ് ഉള്ള 2 സെറ്റ് ആയിരിക്കണം എയും ബിയും. വി നോട്ട് ദാറ്റ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്, സെറ്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് ബി എ അല്ലേ, സ്മോൾ ലെറ്റർ എ എലമെൻറ്റ് ഓഫ് എ, ബി എലമെൻറ്റ് ഓഫ് ബി എന്നായിരിക്കും. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഫൈനൈറ്റ് സെറ്റ്സ് എ ആൻഡ് ബി. എങ്ങനെയായിരിക്കും അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടുക, എൻ ഓഫ് എ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി എന്നാണ് നമുക്ക് കിട്ടുക. അങ്ങനെയായിരിക്കും നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് അവിടെ സ്മോൾ ലെറ്റർ എന്നാണ് അവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം, നമുക്ക് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു 1 2 3. നമ്മളവിടെ എന്താണ് തന്നെ, എ ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ, ബി എന്ന് പറയുന്നത് ഒരു എക്സ് വൈ എന്ന് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എൻ ഓഫ് എ ക്രോസ് ബി, എന്താണ് പറയുന്നത്, എൻ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ക്രോസ് എൻ ഓഫ് ബി ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ മുകളിൽ ചെയ്ത നമ്മൾ പറഞ്ഞ അത് ഇത് കറക്റ്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ എന്താണ്, എൻ ഓഫ് എ എത്ര എലമെൻറ്റ്സിന്, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് നമ്മൾ എൻ ഓഫ് എ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ എത്ര എലമെൻറ്റ്സ് നമുക്ക് എ ഈസ് ഈക്വൽ ടു 1 2 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 1 2 3. അപ്പോൾ 3 എലമെൻ്റാണ് നമുക്ക് തന്നത്. അപ്പോൾ എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 3 എന്നാണ്. ഓക്കെ, എൻ ഓഫ് ബി എന്നുള്ളത് എന്ത് വരും, എത്ര എലമെൻ്റ് ഉണ്ട്, എൻ ഓഫ് ബി, ബി ഈസ് ഈക്വൽ ടു എത്രയാണ്, എക്സ് വൈ എന്നുള്ള സെറ്റാണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് 2 എലമെൻ്റ് ആണ് അതിലുള്ളത്. ഓക്കെ, അപ്പം എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 2 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി, ഇനി ഒന്ന് എ ക്രോസ് ബി ചെയ്തേ, എ ക്രോസ് ബി ചെയ്തേ, പ്രൊഡക്റ്റ് ചെയ്തേ, നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്ത് എയും ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് 1x 1, x 2, x അല്ലേ, 1, x എന്ത് വരും, 1, y എന്നാണ് വരിക. നമ്മൾ എക്സും വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. നമ്മൾ നിങ്ങളുടെ ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1x 2x 3x 1y 2y 3y എന്നാണ്. ഓക്കെ, അത് സെയിം തന്നെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എലമെൻറ്റ്സ് നമ്മളുടെ സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എലമെൻറ്റ്സിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ, പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ 1x 1y എന്നാണ് ശരിക്കും വരുന്നത്. 1y അപ്പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഓക്കെ, വൈ എക്സിൻ്റെ എല്ലാ ഈ ഭാഗത്തേക്ക് എഴുതി, വൈൻ്റെത് ഈ ഭാഗത്തേക്ക് എഴുതിയെന്നുള്ളൂ. അപ്പോൾ 1x 2x 3x എന്ന് വരും. പിന്നെ എന്താണ് 1y 2y 3y. 1y 3y എന്ന് പറയുന്ന ഉദ്ദേശം അവിടെ നടുവിൽ കോമ ഉണ്ട്, കോമ പറയാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടെ എത്ര എലമെൻറ്റ്സിന് അവിടെ കിട്ടി, 6 എലമെൻറ്റ്സ് കിട്ടി അല്ലേ. ഇവിടെ എലമെൻറ്റ്സ് എ ക്രോസ് ബി എന്ന് ഉദ്ദേശിച്ച എലമെൻറ്റ്സ് കണ്ടോ, 1x 1, x എന്നുള്ളത് ഒരു എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, എ ക്രോസ് ബി ചെയ്യുമ്പോൾ നമ്മളുടെ 1, x എന്നുള്ളത് ഒരു എലമെൻ്റ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ഓക്കെ, അതുപോലെ 2, x എന്നുള്ളത് എന്താണ്,
സെക്കൻഡ് എലമെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 2 3 4 5 6 അല്ലേ, 6 എലമെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പം എൻ ഓഫ് എ എന്നുള്ളത് 3 എന്നൊക്കെ അറിയാം, എൻ ഓഫ് ബി എന്നുള്ളത് 2. അത് രണ്ടും ഒന്ന് ക്രോസ് ചെയ്ത് അത് രണ്ടും കൂടെ ഒന്ന് ഇൻറ്റു ചെയ്തേ, എന്ത് കിട്ടും? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എൻ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. കണ്ടോ, അവിടെ നമ്മളൊന്ന് പ്രൂവ് ചെയ്തു അല്ലേ. എൻ ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി എന്നുള്ളത് നമ്മളവിടെ പ്രൂവ് ചെയ്തു. ഓക്കെയല്ലോ, അപ്പോൾ മനസ്സിലായല്ലോ. എയും ബിയും നമ്മൾ തന്ന ക്വസ്റ്റ്യൻ തന്നത് അത് വെച്ചിട്ട് നമ്മൾ എ ക്രോസ് ബി ചെയ്തു. എ ക്രോസ് ബി ചെയ്തപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമ്മൾ എണ്ണി. പിന്നെ എൻ ഓഫ് എ എത്രയെന്ന് നമുക്ക് കിട്ടി, എൻ ഓഫ് ബി എത്രയെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3 × 2 എന്നായിരുന്നു. 3 × 2 ഈസ് ഈക്വൽ ടു 6 എന്നാണ്. ഓക്കെ ഓക്കെ, അടുത്ത നോക്കിയേ. Cartesian product of set of real numbers with itself up to r into r into r. ഓക്കെ, ട്രിപ്ലറ്റ്. ഇപ്പം നമ്മൾ എ ക്രോസ് ബി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ട്രിപ്ലറ്റ് കേസിൽ എ ബി എ ക്രോസ് ബി ക്രോസ് സി അങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ആർ റിയൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ആർ വെച്ചിട്ടാണ് അല്ലേ. വിത്ത് ഇറ്റ് സെൽഫ് അപ് ടു ആർ ക്രോസ് ക്രോസ്. ഓക്കെ, ഓർഡേർഡ് ട്രിപ്ലറ്റ് എ ക്രോസ് ഈസ് ഈക്വൽ ടു എ ബി സി എന്താണ്? എലമെൻറ്റ് ഓഫ് എ ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് സെറ്റ്സ് ചെയ്ത. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, റാൻഡം മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ ബി സി ഈസ് ഈക്വൽ ടു ഓർഡേർഡ് ട്രിപ്ലറ്റ്. അവിടെ എ ബി സി എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ പറയുന്നത്? ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്നാണ് പറയുക. ഓക്കെ, 3 എണ്ണത്തിലുള്ള ട്രിപ്ലറ്റ് എന്നാണ് പറയുക. ഓക്കെ, ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആർ ക്രോസ് ആർ റെപ്രസെൻറ്റ് ദ സെറ്റ് ആർ ക്രോസ് ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ അല്ലേ. എക്സും വൈ അവിടെ എന്താണ്? എലമെൻറ്റ് ഓഫ് ആർ ആണ്. വിച്ച് റെപ്രസെൻറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ 2-dimensional പ്ലെയിൻ ആൻഡ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആർ ക്രോസ് ആർ റെപ്രസെൻറ്റ് ദ സെറ്റ് ആർ ക്രോസ് ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് സച്ച് ദാറ്റ് എക്സ് വൈ സെഡ് ആർ എലമെൻറ്റ് ഓഫ് ആർ വിച്ച് റെപ്രസെൻറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ 3-dimensional സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ അതേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2. അപ്പോൾ സെറ്റ് തന്നിട്ടുണ്ട് എ ഈസ് ഈക്വൽ ടു 1 2 എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. ഫോം ദ സെറ്റ് എ ക്രോസ് എ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, എ ക്രോസ് എ ആണ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നോക്കി എങ്ങനെ ചെയ്യാൻ നോക്കിയേ. 1 1 1. അപ്പോൾ 1നെ തന്നെ 3 പ്രാവശ്യം, അതേപോലെ 1 1 2 എന്ന് എഴുതാം അല്ലേ. 1 2 1 1 2 2. ഓക്കെ, 2 1 1 2 1 2 2 2 2 2 2 2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിൽ എന്താണ് ട്രിപ്ലറ്റിൻ്റെ ഓർഡേർഡ് ട്രിപ്ലറ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 1 1 1 എത്ര എലമെൻസിനെ കിട്ടി? 8 എലമെൻസിനെ കിട്ടി അല്ലേ. സെറ്റ്സിലാകെ 2 എലമെൻ്റ് ഉള്ളൂ. പക്ഷെ അതിന് എന്താണ് നമ്മൾ ട്രിപ്ലറ്റ് ചെയ്തപ്പോൾ എത്ര എലമെൻസിനെ കിട്ടി? ഒരു 8 എലമെൻസിനെ കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിയാൽ റിലേഷൻസ്. എന്താണ് റിലേഷൻസ്? കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ. എ ഈസ് ഈക്വൽ ടു മോഹൻ, സോഹൻ, ഡാവിഡ്, കരീം ആൻഡ് ബി ഈസ് ഈക്വൽ ടു റിത്ത, മാരി ആൻഡ് ഫാത്തിമ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിളാണ്. നമ്മൾ എ എന്ന് പറയുന്നത് ചിലപ്പം എന്താണ് ഒരാളുടെ ഒരു സെറ്റാണ് ഇവിടെ പറയുന്നത്. എ ഈസ് ഈക്വൽ ടു മോഹൻ, സോഹൻ, ഡാവിഡ്, കരീം എന്ന് പറഞ്ഞാൽ 4 പേരുണ്ട്. അപ്പുറത്ത് നോക്കിയേ 4 ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് ബി എന്ന് പറഞ്ഞ സെറ്റിൽ എന്താണ്? റീത്ത, മാരി ആൻഡ് ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ സപ്പോസ് റീത ഹാസ് 2 ബ്രദേഴ്സ് മോഹൻ ആൻഡ് സോഹൻ. ഓക്കെ, റീതൻ്റെ 2 ബ്രദറാണ് ആര്? മോഹൻ ആൻഡ് സോഹൻ. ഓക്കെ, ഏല് തന്ന ബ്രദറാണ് എന്താണ്? ഏഴ് എന്ന സെറ്റിൽ തന്ന ആളാണ് എന്താണ്? മോഹനും സോഹനും. അത് ആര് ബ്രദറാണെന്നാണ് പറഞ്ഞത്? റീത്തൻ്റെ ബ്രദറാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, മാരി ഹാസ് 1 ബ്രദർ ഡേവിഡ്. ഓക്കെ, ഇനി അടുത്ത മാരിക്ക് എത്ര ബ്രദറാണുള്ളത്? ഒരു ബ്രദറാണ്, അതാരാണ്? ഡേവിഡാണ്. ഓക്കെ, ആൻഡ് ഫാത്തിമ ഹാസ് 1 ബ്രദർ കരീം. ഓക്കെ, ഫാത്തിമ എന്താരാണ്? ഫാത്തിമക്ക് ഒരു ബ്രദർ ഉണ്ട്, ആളുടെ പേരെന്താണ്? കരീമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ നമ്മളുടെ റിലേഷൻ മനസ്സിലായോ? If we divine the relation R is a brother of between the element of A and B clear അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ റിലേഷൻ പറയാൻ പറ്റും. എന്താണ് അവിടുത്തെ റിലേഷൻ? അവർ തമ്മിലുള്ള റിലേഷൻ എന്ന ബ്രദർ അല്ലേ, ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണ്. ഓക്കെ, അപ്പം മോഹൻ ആർ റീത്ത, സോഹൻ ആർ റീത്ത, ഡേവിഡ് ആർ മാരി, കരീം ആർ ഫാത്തിമ. ഓക്കെ, റിലേഷൻ ആണ് നമ്മൾ അവിടെ ആർ എന്ന് കാണിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് കാണിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ഒമിറ്റിംഗ് ആർ ബിറ്റ്വീൻ 2 names ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഓർഡേർഡ് പെയർ. ഓക്കെ, ഇതാണ് നമുക്ക് എന്താ ഫോമിലേക്ക് എഴുതാൻ പറ്റും? ഒരു ഓർഡേർഡ് പെയർ അല്ലേ. നമ്മളവിടെ റിലേഷൻ നമുക്കറിയാം. മോഹനും സോഹനും ആരുടെ ബ്രദറാണ്? റീതൻ്റെ ബ്രദറാണ്. ഓക്കെ, ഡേവിഡ് ആരുടെ ബ്രദറാണ്? മേരിൻ്റെ ബ്രദറാണ്. അതെ, കരീം ആരുടെ ബ്രദറാണ്? ഫാത്തിമൻ്റെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ റിലേഷൻ എഴുതാണ്. അപ്പം നമുക്കറിയാം ഇതൊക്കെ 2 റിലേഷൻ എഴുതാം അല്ലേ. മോഹൻ ആർ റീത എന്നും എഴുതാം, അതുപോലെ സോഹൻ ആർ റീത എന്നും എഴുതാം. കാരണം എന്താണ്? അവർക്ക് 2 ബ്രദർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ആർ എന്നുള്ള റിലേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇതാക്കി എഴുതാം? ഇൻ്റർവെൽ ആക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? മോഹൻ കോമാർ റീത്ത,
സോഹൻ കോമ റിത്ത, ഡേവിഡ് കോമ മാരി, കരീമ കോമ ഫാത്തിമ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? The above ordered information can be written in the form of set of R of ordered pair as R is equal to മോഹൻ റീത്ത അല്ലേ? നമ്മൾ ഇതെന്താണ് ഒരു R എന്ന് പറഞ്ഞിട്ട് റിലേഷൻ വെച്ചിട്ട് നമ്മൾ അത് ചെയ്തു ഒരു സെറ്റാക്കി എഴുതാണ്. ഓക്കെ, നമ്മൾ സെറ്റാക്കി എഴുതുമ്പോൾ മോഹൻ കോമ റിത്ത, സെറ്റ് ഓഫ് മോഹൻ കോമ റിത്ത, സോഹൻ കോമ റിത്ത, ഡേവിഡ് കോമ മാരി, കരീം കോമ ഫാത്തിമ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർലി ആർ ഇസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലേ? എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആണ് എന്ത് ആർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ആർ ഈസ് ഈക്വൽ ടു എന്താണ് ഇങ്ങനെ വരും എ ബി, എ എലമെൻറ്റ് ഓഫ് എ, ബി കോ എലമെൻറ്റ് ഓഫ് ബി, എ ആർ ബി, എ ആറും എന്താണ് റിലേഷനിലാണെന്ന് പറയുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് ദെൻ ദ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലേ? എ ടു ബിൻ്റെ റിലേഷൻ എന്താണ് സബ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ കാണിച്ച സൈൻ സബ്സെറ്റിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ആർ ഈസ് ഇക്വൽ ടു ഫൈവ്, ആർ ഈസ് കോൾഡ് വോയിഡ് റിലേഷൻ. എന്താണ് ആർ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ആണെങ്കിൽ അവർ തമ്മിൽ റിലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോയിഡ് റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ആർ ഈസ് ഇക്വൽ ടു എ ക്രോസ് ബി, ഈ ആർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് എ ക്രോസ് ബി എന്താണെന്ന് അറിയാലോ? എയിലുള്ള എലമെൻറ്റ് വെച്ച് നമ്മൾ ബി ആയിട്ട് പെയർ ചെയ്യുന്നതാണ് കണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് റിലേഷൻ ആർ ചെയ്തതുപോലെ തന്നെ അതല്ലേ നമ്മളുടെ എ ക്രോസ് ബി, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആർ ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറയാം? യൂണിവേഴ്സൽ റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, എന്താ പറയാം? യൂണിവേഴ്സൽ റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് ആർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ, ഇറ്റ് ഈസ് കോൾഡ് എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. എന്താണ് പറയുന്നത്? ഇഫ് ആർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ. എന്താണ് എ ടു എ? ഇഫ് ആർ എന്താണ് റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ, ഇറ്റ് ഈസ് കോൾഡ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ആണ്. ഓക്കെ, ആർ ഈസ് എന്താണ് സബ്സെറ്റ് ഓഫ് എ, എന്താണ് എ എലമെൻറ്റ് ഓഫ് എ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി റിലേഷൻ. എന്താണ് പറയുക? ഐഡൻറ്റിറ്റി റിലേഷൻ. സെയിം ആണെങ്കിൽ ഐഡൻറ്റിറ്റി റിലേഷൻ ആണ്. ഓക്കെ, അടുത്ത് നമ്മളുടെ മെയിനായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ. ഓക്കെ, എന്താ പറയുന്നത്? ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട്, അതിലെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇഫ് ആർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ് ദെൻ ദ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ഓഫ് ആർ ഈസ് കോൾഡ് ഡൊമൈൻ. ഓക്കെ, അപ്പം നമ്മൾ ആർ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. ഒരു രണ്ട് സെറ്റ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആർ എന്നാണ് പറഞ്ഞത് വെച്ചാൽ ആർ എന്ന് പറയുന്നത് ആ സെറ്റിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, എത്ര എലമെൻറ്റ് എന്താണ് ഫസ്റ്റ് എലമെൻറ്റ്, ഓരോന്നിൻ്റെ കോമ്പണൻറ്റിന് ഫസ്റ്റ് എലമെൻ്റ് ആണ് നമ്മളെന്ത് ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഓഫ് ആർ ഈസ് കോൾഡ് എന്താണ് പറഞ്ഞത്? ഇഫ് ആർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ്, ആറാണ് രണ്ട് സെറ്റിനും തമ്മിലുള്ള റിലേഷൻ എങ്കിൽ ദെൻ ദ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ഓഫ് ആർ ഈസ് കോൾഡ് ഡൊമൈൻ ആൻഡ് സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ് എന്താണ്? എന്തിന് പറഞ്ഞത്? ഡൊമൈൻ. ആൻഡ് സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ആർ ഈസ് കോൾഡ് റേഞ്ച് ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് എല്ലാം എന്താണ് ഡൊമൈനും, സെക്കൻഡ് എലമെൻറ്റ് എന്താ നമ്മൾ പറയാം? റേഞ്ചും ആണ് പറയാം. ഓക്കെ, ഓഫ് ദ ഗിവൻ ഇൻ ദ പ്രീവിയസ് എക്സാമ്പിൾ ഡൊമൈൻ ഈസ് ഇക്വൽ ടു മോഹൻ, സോഹൻ, ഡേവിഡ്, കരീം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ കണ്ടു എ ക്രോസ് ബി അല്ലെങ്കിൽ ആ റിലേഷൻ നമ്മൾ അല്ലേ പെയർ ചെയ്യുമ്പം നമുക്ക് ഒരു സെറ്റ് ഓഫ് രണ്ട് എലമെൻറ്റ് എ ബി അതൊരു ഒറ്റ എലമെൻ്റാണ് നമ്മൾ എ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ എലമെൻ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഈ ഒറ്റ എലമെൻറ്റ് രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? രണ്ട് എലമെൻ്റ് ഉണ്ട് ശരിക്കും, പക്ഷേ കോമൺ ഇട്ടിട്ട് അത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന് നമ്മൾ ഡൊമൈൻ എന്നും പറയും, സെക്കൻഡ് നമ്മൾ എന്ത് പറയും? റേഞ്ച് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ തന്ന ഇതിലെന്തായിരുന്നു? സെറ്റ് ഓഫ് മോഹൻ കോമ റിത്ത, പിന്നെ എന്തായിരുന്നു? സോഹൻ കോമ റിത്ത, ഡേവിഡ് കോമ മാരി, എന്താണ് കരീം കോമ ഫാത്തിമ. അങ്ങനെയായിരുന്നു നമ്മളുടെ മൊത്തം റിലേഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ മോഹൻ കോമ റീത്ത എന്നായിരുന്നു ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ മോഹൻ എന്തായിരിക്കും? ഡൊമൈനും, രണ്ടാമത്തെ റീത്ത എന്തായിരിക്കും? റേഞ്ചും ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഡൊമൈൻ, അപ്പോൾ ആ ഒരു റിലേഷനിൽ നമ്മൾ ഡൊമൈൻ ഏതൊക്കെയാണ്? മോഹൻ, സോഹൻ, ഡേവിഡ്, കരീം എന്നാണ്. ഓക്കെ, സെക്കൻഡ് റേഞ്ച് ഏതായിരിക്കും? റിത്ത, മേരി, ഫാത്തിമ എന്നായിരിക്കും നമ്മളുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നെയിംസ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. എക്സാമ്പിൾ 2.5 given that a is equal to 2, 4, 5, 6, 7. ഓക്കെ, 2, 4, 5, 6, 7 ആണ് നമ്മളുടെ എ. ബി is equal to എന്താണ്? 2, 3 ആണ്. ബി എന്ന് പറയുന്നത് 2, 3 ആണ്. ഓക്കെ, ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടു ബി റിലേഷൻ ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഇക്വൽ ടു എന്താണ്? നമുക്ക് തന്ന റിലേഷൻ എന്താണ്? സെറ്റ് ഓഫ് എ ബി
A element of A, B element of B and A is divisible by B. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിനെ കൊണ്ട് ഡിവിസിബിൾ ചെയ്യണം, ഡിവൈഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫൈൻ ഫസ്റ്റ് വൺ എന്താണ്? എന്താ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ആർ ഇൻ ദ റോസ്റ്റർ ഫോം. ഓക്കെ, നമുക്കറിയാം റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതണം നമുക്കറിയാം അല്ലേ. പിന്നെന്തായിരുന്നു? ഡൊമൈൻ ഓഫ് ആർ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡൊമൈൻ ഓഫ് ആറും തേർഡ് വൺ റേഞ്ച് ഓഫ് ആറും പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? റെപ്രസെൻറ്റ് ആർ എന്താണ് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ ആർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അവരുടെ റിലേഷൻ എങ്ങനെ ഡയഗ്രാമിലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതണം. ആണെന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ നമ്മൾ സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു എ ബി ആണ്. എ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ആണ് അല്ലേ. സ്മോൾ ലെറ്റർ എ എലമെൻറ്റ് ഓഫ് എ ആണ്, സ്മോൾ ലെറ്റർ ബി എലമെൻറ്റ് ഓഫ് ബി എന്നാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഡിവിസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞത് ബി. അപ്പോൾ നമുക്ക് എ ക്യാപിറ്റൽ എ തന്ന സെറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നത്? 2 4 5 6 7 ആണ് സെറ്റ്. ബി നിന്ന് 2 3 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ വരും? നമ്മൾ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നത് 2,2 അല്ലേ. 2/2 നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 4,2 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 5 ചെയ്യാൻ പറ്റുമോ? ഇല്ല, 5 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 6 ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. 6,2 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 6/2 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരുന്നത്? 3 ആണ്. അപ്പോൾ അത് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ എന്ന് മനസ്സിലായില്ല, നമുക്ക് ശരിക്കും കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? 6,3 എഴുതാം. കാരണം എന്താ? 6/3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? ആർ ഈസ് ഇക്വൽ ടു 2,2 4,2 6,2 6,3. അപ്പോൾ നമുക്ക് എത്ര എലമെൻറ്റ് കിട്ടി? 6 4 കിട്ടി അല്ലേ, 4 എണ്ണം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ എന്താണ്? റോസ്റ്റർ ഫോമിലേക്ക് എഴുതി. ഓക്കെ, എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതിയെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് നോക്കുക ഈ എയിലുള്ള എലമെൻറ്റ് ഏതൊക്കെ ബിയിലുള്ള എലമെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് നമ്മൾ എഴുതി. എന്താണ് എന്തൊക്കെ കിട്ടിയത്? 2,2 4,2 6,2 6,3 എന്ന് കിട്ടി. ഓക്കെ, പിന്നെന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡൊമൈൻ ഓഫ് ആർ. എന്താണ് ഡൊമൈൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ ഓഫ് ആർ എന്തായിരുന്നു? ആറിൻ്റെ ഇപ്പം നമുക്ക് കിട്ടിയ റിലേഷൻ കിട്ടിയ ആർ ഈക്വൽ ടു നമ്മൾ എഴുതി. അതിലൊക്കെ ഡൊമൈൻ എന്തായിരുന്നു? ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ. അപ്പോൾ 2 4 എന്തൊക്കെ വരിക? 2 4 6 എന്ന് വരും അല്ലേ ഫസ്റ്റ് എലമെൻറ്റ്. കാരണം ഈ 2 ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 4 ഫസ്റ്റ് എലമെൻറ്റ് ആണ് 4 ആണ്. ഓക്കെ, ഇനി അടുത്ത 6 ഫസ്റ്റ് എലമെൻറ്റ് അതാണ് 6 ആണ്. ഇനി 6 ഫസ്റ്റ് എലമെൻറ്റ് 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 4 6 ആണ്. ഒക്കെ 2 6 ഉണ്ട്, ബട്ട് നമുക്ക് എന്താണ്? ഒരു 6 എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6 എന്നാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് എന്താണ്? ഈ ആറിലെ റിലേഷനിലുള്ള സെക്കൻഡ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2,2 നമുക്ക് 2 എഴുതാം. അതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. അത് 4,2 ഏതാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 2 എഴുതി കഴിഞ്ഞു, ഇനി എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 6,2 എന്താണ് റേഞ്ച് വരുന്നത്? രണ്ടാമത്തെ എലമെൻ്റ് ആണല്ലോ റേഞ്ച്. അപ്പോൾ എന്താണ്? 2 ആണ് വരുന്നത്. ഓക്കെ, 6,3 ഏതാ റേഞ്ച് വരിക? 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഞ്ച് എത്ര എലമെൻറ്റ് കിട്ടും? 2 കിട്ടുള്ളൂ. ഏതാണ്? 2,3 എന്ന് പറഞ്ഞിട്ട് 2 എലമെൻറ്റാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ റേഞ്ച് ആൻഡ് ഡൊമൈൻ എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. എയും ബിയും നമ്മൾ നമുക്കറിയാം. എയിലുള്ള എലമെൻറ്റ് മൊത്തം നമ്മൾ എഴുതുക. ഫസ്റ്റ് 2 4 5 6 7 ആണ് നമുക്കറിയാം. ബിയിൽ എത്ര എലമെൻറ്റേ ഉള്ളൂ? ആകെ 2 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 3 എഴുതി അല്ലേ. ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കി. എങ്ങനെ റിലേഷൻ ചെയ്താൽ ആറുള്ള നമുക്കറിയാം R2 ആണ് അല്ലേ. 2 എന്നുള്ളതിലേക്ക് ഒരു 2 ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, മിനിറ്റ് 4 2 എന്ന് പറയുന്നത് റിലേഷൻ. അപ്പോൾ 4 നിന്ന് ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്താണ് എങ്ങനെയായിരുന്നു 6 ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ്? ഫസ്റ്റ് എയിലുള്ള എലമെൻസിനൊക്കെ നമ്മൾ എഴുതി 2 4 5 6 7 എഴുതി. ബിയിലുള്ള എലമെൻറ്റ്സ് 2 3 ആണ്. ഓക്കെ, അപ്പോൾ റിലേഷൻ എങ്ങനെ എഴുതും? 2 ആണല്ലേ നമുക്ക് റിലേഷൻ കിട്ടിയത്. അപ്പോൾ 2,2 എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2ൽ നിന്ന് 2ലേക്ക് ഡ്രോ ചെയ്യാം. സെക്കൻഡ് എന്തായിരുന്നു? 4,2 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 4ൽ നിന്നും 2ലേക്ക് തന്നെ നമുക്ക് ഡ്രോ ചെയ്യാം അല്ലേ. പിന്നെ എന്താണ്? 5ലെ റിലേഷൻ ഉണ്ടോ? ഇല്ല, 5ലെ റിലേഷൻസ് ഒന്നും ഇല്ല. ഒക്കെ എന്താണ്? അപ്പം നമ്മളത് വരച്ചിട്ടില്ല അല്ലേ, വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്തത് എന്താണ്? 6ലെ റിലേഷൻ ഉണ്ടോ? യെസ്, 6ൽ എന്താ റിലേഷൻ ഉള്ളത്? 6,2. 6ൽ നിന്ന് എവിടേക്ക് പോകുന്നുണ്ട്? റിലേഷൻ ഉണ്ട്. 2ലേക്ക് റിലേഷൻ ഉണ്ട്. ഓക്കെ, 6ൽ നിന്ന് പിന്നെ വേറെ റിലേഷൻ എന്താണ്? 3ലേക്ക് റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചുണ്ടോ? പിന്നെ 7ൽ നിന്ന് ഏതെങ്കിലും റിലേഷൻ ഉണ്ട്? ഇല്ല, 7ൽ നിന്ന് ഒരു റിലേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ 7ൽ നിന്ന് ഒരു ലൈനും നമ്മൾ വരയ്ക്കേണ്ട. അപ്പോൾ നമുക്ക് ഏതാണോ റിലേറ്റഡ് ആയി എയും ബിയും തമ്മിൽ റിലേഷൻ ഏതാണോ ഉള്ളത് അതിലേക്ക് നമ്മൾ ഇന്ന്
ലൈൻസ് ഡ്രോ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളപ്പോൾ ആർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എന്തായിരുന്നു, എയും ബിയും തന്നിട്ടുണ്ട്, നമുക്ക് എയും ബിയും നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. റിലേഷൻ തന്നു നമ്മൾ നോക്കി എ ഇസ് ഡിവിസിബിൾ ബൈ ബി എന്നാണ് അല്ലേ. ആ ഒരു തന്ന ആ ഒരു റിലേഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, റിലേഷൻ എഴുതാൻ അല്ലേ. ആ ഒരു റിലേഷൻ നമ്മൾ അതൊന്നും എന്താണ് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞത് ഫസ്റ്റ് വൺ. അപ്പോൾ നമ്മളത് റോസ്റ്റർ ഫോമിൽ ഈ എഴുതിയ റോസ്റ്റർ ഫോമിൽ എഴുതി അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഡൊമൈനും റേഞ്ചും ഒക്കെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അത് വെച്ചിട്ട് നമ്മൾ ഡൊമൈനും റേഞ്ചും ഒക്കെ എഴുതി നമുക്ക് ഡൊമൈൻ 2 4 6 എന്ന് കിട്ടി, റേഞ്ച് എന്ത് കിട്ടി 2 3 എന്നും കിട്ടി. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്തായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് 6 ഡയഗ്രാമറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഡയഗ്രാമറ്റിൽ അത് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്തെന്താ പറയുന്നത്, ഇഫ് ആർ ഒരു എക്സാമ്പിളാണ്, എക്സാമ്പിൾ 2.6. ഇഫ് ആർ ഈസ് എ റിലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രം എ ടു ബി. എന്താണ് ആർ എന്ന് പറയുന്ന റിലേഷൻ, എന്താണ് ഗ്രേറ്റർ ദാൻ ഫ്രം എ ടു ബി, വേർ എ ഈസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഈസ് ഈക്വൽ ടു എന്താണ് 1 2 6. ഓക്കെ, എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ട് സെറ്റ്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ആർ ഇൻ ദ റോസ്റ്റർ ഫോം, ഡൊമൈൻ ഓഫ് ആർ, റേഞ്ച് ഓഫ് എന്താണ് ആറാണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇഫ് ആർ ഈസ് ദ റിലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രം എ ടു ബി. എ ടു ബി പറയുമ്പോൾ നമ്മൾ എയിലുള്ളത് എന്താണ് ഗ്രേറ്റർ നമ്പർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്രേറ്ററും അല്ലേ, ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ഗ്രേറ്റർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് റിലേഷൻ. ഓക്കെ, എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതിയ ആർ ഈസ് ഇക്വൽ ടു 2 1. ഓക്കെ, എന്താണ് നമ്മൾ എയിലും ബിയിലും കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എയിലുള്ള എലമെൻറ്റ്സ് എന്താണ് ബി ഗ്രേറ്റർ ആക്കിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ എയിലുള്ള ഫസ്റ്റ് നമ്മൾ 1 നോക്കിയപ്പോൾ 1 അവിടെ എന്താണ് ചെറുതാണല്ലേ മറ്റേലുള്ള അപേക്ഷിച്ചിട്ട്, അപ്പോൾ നമ്മൾ 2 എടുത്തു, അപ്പോൾ നമുക്ക് 2 1 എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഏതെടുക്കാൻ പറ്റും 3 എന്ന് എടുക്കാൻ പറ്റും, അത് ഇതിനെക്കാട്ടി ചെറുതാണ് 1-നേക്കാളും വലുതാണ്, അപ്പോൾ നമുക്ക് 3 1 എഴുതാം. അതുപോലെ എന്താണ് 4 1 എഴുതാം, അതുപോലെ 5 1 എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 വെച്ച് അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ സെക്കൻഡ് എന്താണ് 2 വെച്ച് നോക്കിയേ, ഏതിൽ 2 ആണ് മാം പറയുന്നത്, ബിയിലുള്ള 2 ആണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും 5 2 എന്നല്ലേ. പിന്നെ എന്ത് ചെയ്താൻ പറ്റും 4 2-നേക്കാളും വലുതെന്നുള്ള രീതിയിൽ 2,6 എന്ന് എഴുതാൻ പറ്റും. അല്ല സോറി, എന്ത് ചെയ്താൻ പറ്റും 2,1 തന്നെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ എന്താ എഴുതാൻ പറ്റുക, 3ൻ്റെ ബേസിൽ ഏതെങ്കിലും എഴുതാൻ പറ്റുമോ, ഇല്ല. പിന്നെ ഏതാണ് 4ൻ്റെ കേസിൽ നമ്മൾ ഏതാ 5ൻ്റെ കേസിൽ എഴുതാം. 5 എന്തിനേക്കാളും ചെറുതാണ് 2-നേക്കാളും അല്ലേ, അത്രയല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ എത്ര എലമെൻറ്റ് കിട്ടി 2,1 3,1 3 എന്താണ്, പിന്നെ അത് 4,1 5,1 കിട്ടും. പിന്നെ 3,2 എഴുതാൻ പറ്റുള്ളൂ അല്ലേ. 3യും 2 നോക്കുമ്പോൾ 3 വലുതാണ് 2. മനസ്സിലാക്കുക കേട്ടോ, എങ്ങനെയാണ് വലിയത് എഴുതണം ഫസ്റ്റ്. ഓക്കെ, നമ്മളൊരു എലമെൻറ്റിൻ്റെ ഒരു ഇത് എഴുതുമ്പോൾ ഒരു 3,2 എന്ന് പറഞ്ഞാൽ 3 അവിടെ വലുതാണ്. ഓക്കെ, ഡൊമൈൻ വലുതായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് റേഞ്ചിനേക്കാളും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2,1 3,1 3,2 4,1 4,2 5,1 5,2 എന്നുള്ളത് നമുക്ക് കിട്ടി 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൊമൈൻ ഓഫ് ആർ, ഡൊമൈൻ എഴുതാൻ ഇതിലുള്ള ഡൊമൈൻ ഏതാണെന്ന് എഴുതാൻ മതി. നമുക്കറിയാം ഫസ്റ്റ് എലമെൻ്റ് ആണ് ഡൊമൈൻ അല്ല, അത് എളുപ്പമല്ല എഴുതാൻ. അപ്പോൾ 2 ആണ് ഡൊമൈൻ, പിന്നെ 3 4 8 പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, 5 എഴുതാം, പിന്നെ 5 അടുത്തതുണ്ട് പക്ഷെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്കൊക്കെ ഒരു എലമെൻ്റ് ഒക്കെ 8 പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത റേഞ്ച് ഓഫ് ആർ എന്ത് വരും, എല്ലാത്തിൻ്റെയും സെക്കൻഡ് എലമെൻറ്റ് എഴുതാം. ഓക്കെ, എല്ലാത്തിനും സെക്കൻഡ് എലമെൻറ്റ് എന്താ 1ഉം 2 മാത്രമാണ് അല്ലേ. ഒക്കെ 1ലേക്കാണെല്ലാം ചെയ്തത്, അപ്പോൾ 1 and 2 ഉള്ളൂ റേഞ്ചിലുണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ ഡൊമൈൻ എഴുതണം, എങ്ങനെ റേഞ്ച് എഴുതണം എന്നാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഡൊമൈനും റേഞ്ചും ഉള്ളത് കേട്ടോ. അതുപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, അതുപോലെ ഇൻ്റർസെക്ഷനും യൂണിയൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 2.2.2 കോ ഡൊമൈൻ ഓഫ് റിലേഷൻ. എന്താ പറയുന്നത്, കോ ഡൊമൈൻ. അപ്പോൾ നമ്മൾ ഡൊമൈൻ പഠിച്ചിരുന്നതിൻ്റെ കോ ഡൊമൈൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇഫ് ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി ദെൻ ബി ഈസ് കോൾഡ് കോ ഡൊമൈൻ ഓഫ് ആർ. ഓക്കെ, എ ടു ബി ആണ് റിലേഷൻ എങ്കിൽ ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും, കോ ഡൊമൈൻ ഓഫ് ആർ എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 3 4 5 6 എന്താണ്, സോറി 6 ഇല്ല കേട്ടോ, 1 3 4 5 7, ബി ഈസ് ഈക്വൽ ടു 2 4 6 8. ഓക്കെ, അപ്പോൾ നമുക്ക് എ തന്നിട്ടുണ്ട് 1 3 4 5 7, ബി തന്നിട്ടുണ്ട് 2 4 6 8 തന്നിട്ടുണ്ട്. ദെൻ ആർ ബി ദ റിലേഷൻ ഈസ് 1 ലെസ് ദാൻ ഫ്രം എ ടു ബി അല്ലേ. എ ടു ബി പറയുമ്പോൾ എന്താണ്, എയിലുള്ള എന്താണ് എലമെൻ്റ് ഒക്കെ എത്ര എന്താണ്
ബിയിലുള്ള എലമെൻറ്റ് ലെസ് ദാൻ 1 ആണ് അല്ലേ, എല്ലാത്തിനും അല്ലേ 2 ബിയിലുള്ളതെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ച് അങ്ങനെ വരും 1 വരും. അതുപോലെ 4 1 കുറച്ച് എന്ത് വരും 3 വരും. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 1 ആവുന്നുള്ളൂ. അപ്പോൾ A = 1 3 4 5 7, B = 2 4 6 8 ആണ്. അപ്പോൾ റിലേഷൻ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ എന്താണ് റിലേഷൻ വരിക? A to B. അപ്പോൾ എങ്ങനെ ഇതാ റിലേഷൻ? 1 to 1 എന്താണ് 1 to 3 എന്താണ് 3 4 അല്ലേ? നമ്മൾ എങ്ങനെ റിലേഷൻ എഴുതാൻ പറഞ്ഞത്? ഒക്കെ ലെസ് ദാൻ എന്നുള്ള രീതിയിലാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, 1 ചെറുതാക്കുക എല്ലാത്തിനും. അപ്പോൾ എങ്ങനെ എഴുതണം? 1ഉം 2 എഴുതാം അല്ലേ, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ 3ഉം 4ഉം എഴുതാം, അതുപോലെ 5ഉം 6ഉം എഴുതാം, 7ഉം 8ഉം എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര എലമെൻറ്റ് കിട്ടി? 4 എണ്ണേ കിട്ടിയുള്ളൂ അല്ലേ, 4 എണ്ണ കിട്ടിയത്. അപ്പം സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8. ഓക്കെ, കോഡൊമൈൻ ഓഫ് R എന്ന് പറയുമ്പോൾ എന്ത് വരും? ആറിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞ സെറ്റാണ് കോഡൊമൈൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് കോഡൊമൈൻ എന്ന് പറഞ്ഞത്? 2 4 6 8 ആണ് കോഡൊമൈൻ. ഓക്കെ, 2 4 6 8 ആണ് നമ്മളുടെ കോഡൊമൈൻ എന്ന് വരുന്നത്. ഓക്കെ ആണോ? എന്താണെന്ന് മനസ്സിലായോ? എയും ബിയും തന്നിട്ടുണ്ട്. അതിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞത് ബി ആറിയർ റിലേഷൻ്റെ എന്താണ് റിലേഷൻ A to B തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ ആ ബി ആണ് നമ്മളുടെ കോഡൊമൈൻ എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 2.7 നോക്കിയാലോ. ലെറ്റ് A = 1 2 3 4 5 6 ഡിഫൈൻ റിലേഷൻ R ഫ്രം A to A. A to A തന്നെ റിലേഷൻ ആണ് പറഞ്ഞത്. ബൈ R = എന്താണ് സെറ്റ് ഓഫ് XY = such that Y = X + 1. Y എന്ന് പറഞ്ഞാൽ അടുത്ത എന്താണ് X + 1 ആണ് പറഞ്ഞത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഡൊമൈൻ റേഞ്ച് ആൻഡ് കോഡൊമൈൻ ഓഫ് R. ഓക്കെ, അപ്പോൾ നമ്മുടെ R കണ്ടുപിടിക്കണം ഫസ്റ്റ് അല്ലേ, റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് Y = എന്ത് തന്നിട്ടുണ്ട്? X + 1 തന്നിട്ടുണ്ട്. എന്താ തന്നത്? X + 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാം? എക്സും വൈയും എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, A B എന്നുള്ളൊരു ഇങ്ങനെ XY എന്താണ്? ഇപ്പോൾ ഇവിടെ 1 2 എന്നാണെങ്കിൽ അത് ഒന്ന് എക്സും 1ഉം 2 എന്താണ് വൈയും ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് XY റിലേഷൻ? Y എന്ന് പറയുന്നത് എന്താണ്? X + 1 ആണ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് A 1 2 3 4 5 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് 1 2 3 4 5 അല്ലേ, 6 എക്സുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എക്സ് എങ്ങനെ എഴുതണം? 1 എഴുതുകയാണെങ്കിൽ Y എന്ത് എഴുതണം? X + 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് എഴുതണം? 2 + 1 3 അല്ലേ, സോറി 1 + 2 എന്ന് എഴുതിയാൽ 1 + 1 വരുമ്പോൾ എന്ത് വരും? 2 വരും. ഓക്കെ, അപ്പോൾ 2 പിന്നെ അടുത്ത എന്ത് ചെയ്തു വന്നു? 2,3 എന്ന് എഴുതാം. പിന്നെ എന്ത് എഴുതാം? 3,4 എന്ന് എഴുതാം. പിന്നെ 5,5 എന്ന് എഴുതാം. 5,6 എന്ന് എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് ആറിൻ്റെ R = നമ്മൾ റിലേഷൻ എഴുതിയത്. ഓക്കെ, അടുത്ത എന്താണ്? ഡൊമൈൻ ഓഫ് എൻ്റെ ഡൊമൈൻ എന്തൊക്കെയാണ്? അപ്പം നമുക്ക് തന്ന ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 എന്നാണ് ഡൊമൈൻ. പിന്നെ റേഞ്ച് എന്ത് വരും? ഒക്കെ സെക്കൻഡ് എലമെൻ്റ് ആണ് റേഞ്ച് അല്ലേ. ഇപ്പോൾ ഡൊമൈൻ തന്നെ ഫസ്റ്റ് എലമെൻ്റ് ആണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 3 4 5 6. ഓക്കെ, നമ്മൾ ആ റിലേഷൻ വെച്ച് നോക്കുക കേട്ടോ. പിന്നെ കോഡൊമൈൻ ഓഫ് R എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോഡൊമൈൻ എന്ന് വരുമ്പോൾ എന്ത് വരും? 1 2 3 4 5 6 എന്നല്ലേ വരിക? ഓക്കെ, 1 2 3 4 5 6 എന്നുള്ള സെറ്റ് തന്നെയാണ് നമ്മളുടെ കോഡൊമൈൻ എന്ന് വരിക കേട്ടോ. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ നമ്മളെങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു? കോഡൊമൈൻ ഓഫ് റിലേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ. ഓക്കെ, ചെക്ക് യുവർ പ്രോഗ്രസ് അല്ല, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഗിവൺ ദാറ്റ് A = 4 5 6 7 എന്നാണ് A തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? 4 5 6 7 എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ എന്താ സെറ്റ് തന്നത്? 8 9 എന്ന് പറഞ്ഞ സെറ്റാണ് തന്നത്. ഓക്കെ, C എന്ന് പറഞ്ഞാൽ എന്താ സെറ്റ് തന്നത്? 10 ആണ് തന്നത്. ഓക്കെ, അപ്പോൾ Aയും Bയും Cയും തന്നിട്ടുണ്ട്. A 4 5 6 7 തന്നു. B എന്ത് തന്നു? 8 9 തന്നു. C എന്ന് പറഞ്ഞാൽ എന്ത് തന്നു? 10 തന്നു. ഓക്കെ, വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, വെരിഫൈ എന്താ ചെയ്യാൻ? A × B - C. ഓക്കെ, A × B - C = A × B - A × C. ഓക്കെ, എന്താ ചെയ്യാൻ പറഞ്ഞത്? A × B - A × C. ഓക്കെ, അപ്പോൾ എന്താണ്? വെരിഫൈ ദാറ്റ് A × B - C = A × B - A × C എന്ന്. ഓക്കെ, അപ്പോൾ A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? A × B - C = എന്താണെന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. A × B - A × C ആണെന്നുള്ളത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് B - C, ഫൈൻഡ് B - C.
മീൻസ് ഓൾ. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുള്ള എല്ലാ എലമെൻറ്റും എന്ത് സിയിലില്ലാത്ത എലമെൻ്റ് ആണ് അല്ലേ. ബിയിലുള്ളത് എന്താണ്? ബി എന്ത് ചെയ്തു? നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത് 8, 9 ആണ്. സിയിലുള്ളത് എന്ത് ചെയ്യുന്നു? 10 ആണ്. അപ്പോൾ ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8, 9 അല്ലേ. സിയിലില്ലാത്തതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബി മൈനസ് സി എന്ന് പറഞ്ഞത് 8, 9 വരും. അതെന്താണ്? എ ക്രോസ് ബി മൈനസ് സി. എന്താണ് എ ക്രോസ് ബി മൈനസ് സി എന്ന് വരിക? എ ക്രോസ് ബി മൈനസ് സി. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം എങ്ങനെ ചെയ്യണം, പെയർ ചെയ്യാണ് ചെയ്യാനറിയാം. അപ്പം ഈ ബി മൈനസ് സി ആകെ എന്താണ്? 8, 9 ആണ് നമുക്ക്. എ എന്തായിരുന്നു? എന്തായിരുന്നു ക്വസ്റ്റ്യന്? 4, 5, 6, 7 ആണ് അല്ലേ. അപ്പോൾ എ 4, 5, 6, 7 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? ബി മൈനസ് സി തമ്മിൽ ക്രോസ് ചെയ്യുമ്പം എ 4 × 4,8 വരും. പിന്നെ 4,9 വരും. ഓക്കെ, പിന്നെ 5ൻ്റെ 5,8 5,9 വരും. 6,8 വരും. 6,9 വരും. അതുപോലെ 7,8 വരും. 7,9 വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? എ ക്രോസ് ബി മൈനസ് സി എന്നുള്ള ഇത് കിട്ടി അല്ലേ. എ ക്രോസ് ബി മൈനസ് സി എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടി? ഓക്കെ, അതുപോലെ ഇപ്പോൾ നമുക്ക് ആൻസർ ഫസ്റ്റ് എൽ എച്ച് എസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് സൈഡിലുള്ളത് എൽ എച്ച് എസ് എന്ന് പറയും, അപ്പുറത്തുള്ളത് നമ്മൾ ആർ എച്ച് എസ് എന്നുള്ള. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് സൈഡ് എന്നുള്ളത് എ ക്രോസ് ബി മൈനസ് സി എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് അതുപോലെ എന്താണ് നമ്മൾ ആർ എച്ച് എസിൽ തന്നത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് രണ്ടും തമ്മിൽ ഈക്വൽ ആണെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ എന്താ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത്? എ ക്രോസ് ബി എന്താണെന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എയും ബിയും തമ്മിൽ നമുക്കറിയാം. അത് ക്രോസ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റൊട്ടേഷൻ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എയും ബിയും ചെയ്യാം. അപ്പോൾ എയും ബി എന്നുള്ള ക്രോസ് ഒന്ന് ചെയ്തിട്ട് എന്ത് കിട്ടി? എ ക്രോസ് ബി എന്താണ്? 4, 8, 4, 9 ചെയ്തേ. 4, 8, 4, 9 5, 8, 5, 9 ഓക്കെ. 6, 8, 6, 9 7, 8, 7, 9 ഓക്കെ. അപ്പോൾ എന്താണ്? എ ക്രോസ് ബി എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി. അടുത്ത എന്താണ്? എ ക്രോസ് സി. എ ക്രോസ് ബി കഴിഞ്ഞ് എന്താണ്? എ ക്രോസ് സി എങ്ങനെ ചെയ്യും? എ പറഞ്ഞത് 4, 5, 6, 7. സി എന്താണ്? 10 ആണ് അല്ലേ. സി എന്താണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എ ക്രോസ് സി എങ്ങനെ ചെയ്യും? എ ക്രോസ് സി ചെയ്തേ. 4, 10 എളുപ്പമല്ലേ. 4 ആകെ 10 ഒരു എലമെൻറ്റ് മാത്രമേ സിയിലുള്ളൂ. ഓക്കെ, അപ്പോൾ 4, 10 5, 10 6, 10 7, 10 ഓക്കെ. അപ്പോൾ നമ്മൾ എ ക്രോസ് സി ചെയ്തു. നൗ എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി. ഇങ്ങനെ ചെയ്യുക. എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി. ഓക്കെ, അപ്പം എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി. എ ക്രോസ് ബി നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എന്താണ്? മൈനസ് എ ക്രോസ് സി. അപ്പോൾ അത് രണ്ടിലെ എലമെൻറ്റ് ഏത് എഴുതും? ഇങ്ങനെ എഴുതും. എങ്ങനെ മൈനസ് ചെയ്യും? എയിലുള്ള എലമെൻറ്റും ബിയിലെ എലമെൻറ്റ് ഇല്ലാത്തതും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 4, 8 4, 9 5, 8 6, 8 6, 9 7, 8 7, 9 തന്നെ കിട്ടി അല്ലേ. രണ്ടും കോമൺ ഇല്ലാത്ത കാര്യം തന്നെയാണല്ലേ. അപ്പോൾ നമുക്കറിയാം എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി എന്നുള്ളത് എ ക്രോസ് ബി തന്നെ വരിക. അപ്പോൾ ഇതെന്താണ്? ഫ്രം ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച എന്തായിരുന്നു ആൻസർ? സെയിം അല്ലേ കിട്ടിയത്? ചെയ്ത് നോക്കിയേ, നമുക്ക് സെയിം തന്നെ കിട്ടിയത് അല്ലേ. നമുക്ക് നേരത്തെ ചെയ്ത എ ക്രോസ് ബി മൈനസ് സി എന്നുള്ളതും എ ക്രോസ് ബി മൈനസ് എ ക്രോസ് സി എന്നുള്ളതും ആൻസർ സെയിം ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിന്നാൽ ഫസ്റ്റ് എൽ എച്ച് എസിലുള്ള കാര്യം നമ്മൾ ചെയ്ത് നോക്കുക. എ ക്രോസ് ബി മൈനസ് സി എന്നൊക്കെയുള്ളത് നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് അറിയുന്നത് വെച്ച് നമ്മൾ സെറ്റ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പുറത്ത് നമ്മൾ ആർ എച്ച് എസും ചെയ്യുക. ഫസ്റ്റ് എൽ എച്ച് എസ് ചെയ്യുക, ഒരു സൈഡിൽ ചെയ്യുക, എന്നിട്ട് ആർ എച്ച് എസ്. അപ്പോൾ ഇതിൽ കിട്ടിയത് ആൻസർ തന്നെയാണോ ഇത് കിട്ടിയതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ഈക്വൽ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. ചെയ്ത് നോക്കണം, വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തതാണ് ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ? കൺസിഡർ ദ റിലേഷൻ എഫ് സച്ച് ദാറ്റ് എ എന്താണ് സെറ്റ് ഓഫ് a, 1 b, 2 c, 3 d, 5 ഫ്രം സെറ്റ് a is equal to a b c d to set b is equal to 1 2 3 4. ഓക്കെ, എന്താണ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി ഡിയും ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 ആണ് നമ്മുടെ സെറ്റുകൾ അല്ലേ. റിലേഷൻ നമുക്ക് തന്നാൽ നമുക്ക് സെറ്റ് എഴുതാൻ പറ്റും അല്ലേ. ഇൻ ദിസ് റിലേ എന്താണ്? നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. a, 1 b, 2 c, 3 d, 5 ഫ്രം സെറ്റ് അല്ലേ. നമ്മൾ ഈ സെറ്റിൽ നിന്ന് നമ്മൾ ഫംഗ്ഷൻ എഴുതി. ഇൻ ദിസ് റിലേഷൻ വി സീ ദാറ്റ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഹാസ് എ യുണീക്ക് ഇമാജിൻ ബി അല്ലേ. എയിലുള്ള എല്ലാ എലമെൻറ്റിനും എന്താണ്? എന്താണ്? യുണീക്ക് ഇമാജിൻ ഉണ്ട്. ഇമാജിൻ നല്ല ഇമേജ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ യുണീക്ക് ഇമേജ് ഉണ്ട് ബിയിലുള്ളത് അല്ലേ. ദിസ് റിലേഷൻ ഫ്രം എഫ് ഫ്രം സെറ്റ് എ ടു ബി. ഓക്കെ, എവറി എലമെൻറ്റ് ഓഫ് എ ആസ് എ യുണീക്ക് ഇമാജിൻ ബി അല്ലേ. എയിലുള്ള എല്ലാ എലമെൻറ്റിനും ഒരു റിലേഷൻ ഉണ്ട്. ഉണ്ടോ? നമ്മൾ ആ സെറ്റ് ചെയ്തിപ്പോൾ കണ്ടോ? a, 1 b, 2 c, 3 d, 5 അല്ലേ. അപ്പോൾ നമുക്കറിയാം റിലേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് എല്ലാ എയിലുള്ള എലമെൻറ്റ് എന്താണ്? ബിയിൽ അവിടെ ഒരു ഇമേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ,
is defined as a function from A to B. So we observe that in a function no two ordered pairs have same first element. Okay, എന്താണ് ഒരു ഫംഗ്ഷനിൽ ഒരു ഓർഡേർഡ് പെയർ എന്താണ് സെയിം ഫസ്റ്റ് എലമെന്റ് ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫംഗ്ഷനിൽ ആണോ അല്ലേ, ഇത് ഇസിറ്റ് ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇഫ് ഇറ്റ് ഈസ് ഫംഗ്ഷൻ ഗിവൺ റീസൺ. ഓക്കെ, ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് പറയണം. ഓക്കെ, ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് റീസൺ. ഓക്കെ, എന്താണ് ഫസ്റ്റ് സെറ്റ് തന്നത്? എ ഈസ് ഈക്വൽ ടു എന്താ തന്നത്? 1, -2, 3, 7, 4, -6, 8, 1. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞാൽ 1, 3, 4, 8 ആണ്. ബി തന്നത് -2, 7, -6, 2 ആണ്. അപ്പം ഇത് തമ്മിലുള്ള എന്താ ചോദിച്ചത്? ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചത്. എങ്ങനെ പറയാം? ഇറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ, ഫംഗ്ഷൻ ആണല്ലേ. കാരണം എന്താണ്, എയും ബിയും തമ്മിലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻ അവിടെ ഉണ്ട് അല്ലേ. A, 1, -3 നമുക്ക് അറിയാം, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഫംഗ്ഷൻ ആണ്. ഇതിൽ നമ്മൾ ഡൊമൈൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? 1, 3, 4, 8 ആണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? -2, 7, അല്ലേ. നമ്മളുടെ ശരിക്കും എയും ബിയും തന്നെയാണ് നമ്മൾ ഡൊമൈനും റേഞ്ചും നമ്മൾ അല്ലേ ശരിക്കും പറഞ്ഞാലേ. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, സെക്കൻഡ് എലമെൻറ്റ് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് ബി ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ബി ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് 1, 0, 1, -1, 2, 3, 4, 10 ആണ് നമ്മളുടെ തന്നത്. അതിൽ എ പറയുന്നത് 1, 2, 4 ആണ് തന്നത്. ഓക്കെ, ബി തന്നത് എന്താണ്? 0, -1, 3, 10 ആണ് തന്നത്. അപ്പോൾ എന്താണ്, ഇതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണോ? അല്ല, ഇതൊരു ഫംഗ്ഷൻ അല്ല. ബിക്കോസ് ഫസ്റ്റ് ടു ഓർഡർ പേഴ്സ് ഹാവ് സെയിം ഫസ്റ്റ് എലമെൻറ്റ്സ് അല്ലേ. അടുത്ത നമ്മളോട് ഫസ്റ്റ് ഫംഗ്ഷനിൽ തന്നെ പറയുന്നത് സെയിം ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാകാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഫംഗ്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റിൽ തന്നെ 1, 0യും 1, -1 തന്നത്. അപ്പോൾ 1ഉം 0 അവിടെ ഉള്ള ഫസ്റ്റ് എലമെൻറ്റ് തന്നെ 1 ആണ്. അത് 2 പ്രാവശ്യം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് എന്താണ്? തേർഡ് എന്തായിരുന്നു തന്നത്? സെറ്റ് ഓഫ് എ ബി, ബി സി, സി ബി, ഡി സി എന്നാണ് തന്നത്. ഓക്കെ, അതിൽ എ തന്നത് എന്താണ്? എ ബി സി ഡി ഇ തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞത് എന്താണ്? ബി സി ഇ തന്നാണ്. ഓക്കെ, എന്താ വരുന്നത്? എങ്ങനെ വരും? അങ്ങനെ വരും. ഇതിലിങ്ങനെ ഡൊമൈൻ ചെയ്തും എന്താ വരിക? എ ബി സി ഡി എന്നേ വരുള്ളൂ. ഈ അവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഒരു റിലേഷൻ ഈ അവിടെ കാണിക്കാം. അപ്പോൾ ഡൊമൈൻ എന്താണ്? എ ബി സി ഡി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈക്വൽ ടു എ ആണോ? ശരിക്കും ഡൊമൈൻ ഈക്വൽ ടു എ ആയിരിക്കണം അല്ലേ. ഡൊമൈൻ എ ആയിട്ട് ഈക്വൽ ആയിരിക്കണം. അവിടെ ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി സി ഡി ആയിട്ട് ഈക്വൽ അല്ല. സോ എന്താണ്, ഇതൊരു ഫംഗ്ഷൻ അല്ല നമുക്ക് പറയാം. അതുപോലെ റേഞ്ചിൻ്റെ കാര്യം നോക്കിയേ. ബി സി എന്നാണ് റേഞ്ച് വരുന്നത്. ശരിക്കും ബി സി ആണല്ലേ, ബി സി റേഞ്ച് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ഡൊമൈൻ ഈസ് എ ബി സി ഡി നോട്ട് ഈക്വൽ ടു എ ആണ്. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ സി ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ ഡി ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ 2, 4, 3, 9, 4, 16, 5, 25, 6, 36 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3, 4, 5, 6. ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4, 9, 16, 25, 36 ആണ് നമുക്ക് ബി തന്നത്. ഓക്കെ, എ തന്നത് 2, 3, 4, 5, 6ഉം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 4, 9, 16, 25, 13 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കി ഇതെന്താണ്? നമുക്കൊന്ന് ഡൊമൈൻ ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഡൊമൈനാണ് 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ എ ആയിട്ട് ഈക്വൽ ആണ്. റേഞ്ച് നോക്കിയാലോ 4, 9, 16, 25, 36. ഓക്കെ, അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ? അല്ലേ, ഫംഗ്ഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഡൊമൈനും റേഞ്ചും സെയിം ആണ്. നമുക്ക് ഫംഗ്ഷൻ ആണ് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1, -1, 2, -2, 3, -3, 4, -4, 5, -5. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 1, 2, 3, 4, 5 ആണ്. ബി പറഞ്ഞത് -1, -2, -3, -4, -5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് ഡൊമൈനും റേഞ്ചും ആണ് കേട്ടോ നോക്കണ്ടേ. ഡൊമൈൻ നോക്കിയേ സെയിം ആണോ എന്ന്.
ഡൊമൈൻ വരുമ്പോൾ എന്താ പറയുക 1 2 3 4 5 വരുന്നുണ്ട് അല്ലേ. ഇവിടെ 0 കാണിക്കുന്നുണ്ട് എയിൽ എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 0 കാണിക്കുന്നു. പക്ഷേ ഡൊമൈനിൽ 0 ഉണ്ടോ? ഇല്ല, 0 ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഇല്ല 0. സോ നമുക്ക് ഇതൊരു ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റുമോ? അല്ലേ, റേഞ്ചും ഡൊമൈൻ നോട്ട് ഈക്വൽ ടു എ ആണ്. ഓക്കെ, റേഞ്ച് സെയിം ആണ് വരുന്നത് അല്ലേ, റേഞ്ച് ബി ഈക്വൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം, റേഞ്ചും ഡൊമൈനും സെയിം ആണ് വരുന്നത് നോക്കുക. അതുപോലെ സെയിം എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് സെയിം തന്നെ വരുന്നുണ്ടോയെന്ന്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻ ആണോ ഫംഗ്ഷൻ അല്ലേ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി? ഇതൊന്ന് തറവ് ചെയ്യാം കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. ഓക്കെ, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മളുടെ ഡയഗ്രാം അല്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു ഡയഗ്രാം വെച്ചിട്ടില്ല. ഓക്കെ, ഡയഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഫംഗ്ഷൻ ആണോ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ ബി സി ആണ് എയിലുള്ളത്, ബിയിലുള്ളത് ഏതാണ്? XYZ ആണ് അല്ലേ. എയുമായിട്ട് Z ആണ് റിലേഷൻ ഉള്ളത്, സി ഏതാ റിലേഷൻ ഉള്ളത്? X ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. എഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദ ബി ഓഫ് എ ഡസ് നോട്ട് ഹാവ് എ ഇമാജിൻ ബി അല്ലേ. ബിയിലുള്ള സ്മോൾ ലെറ്റർ ബി അല്ല, എയിലുള്ള ബിക്ക് ഒരു ഇതുണ്ടോ, റിലേഷൻ ഉണ്ടോ? ബിയും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു എയിലുള്ള എല്ലാ ഇതിനും ബി ആയിട്ടൊരു റിലേഷൻ അവിടെ വേണം. ഓക്കെ, ഇമേജ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഇമേജ് ഇല്ല. സോ എ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, എ എന്ന് പറഞ്ഞത് സോ ദിസ് എ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അതിൻ്റെ റീസൺ ഇത് എഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദ എലമെൻറ്റ് ബി ഓഫ് എ ഡസ് നോട്ട് ഹാവ് എൻ ഇമേജ് ഇൻ ബി. ഓക്കെ, എലമെൻറ്റ് ഓഫ് എ ഡസ് നോട്ട് എന്താണ്? ഒരു ബിയിലൊരു ഇമേജ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എയിലുള്ളത് എ ബി സി, ബിയിലുള്ളത് എന്താണ്? XYZ ആണ്. എയും ബി സിയിലൊക്കെ റിലേഷൻ അല്ലേ, എക്ക് വൈ ആയിട്ട് റിലേഷൻ ഉണ്ട്, ബിക്ക് സെഡും ആയിട്ട് റിലേഷൻ ഉണ്ട്, സിക്ക് എക്സും ആയിട്ട് റിലേഷൻ ഉണ്ട്, സെഡും ആയിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ട്? യുണീക്ക് ഇമേജ് ആണോ? യുണീക്ക് ആണ് ഒരൊറ്റ റിലേഷനേ പറ്റുള്ളൂ. ഇത് 2 റിലേഷൻ വന്നു, സിക്ക് 2 റിലേഷൻ വന്നു, എക്സിലും വന്നു റിലേഷൻ വന്നു, സെഡിലും റിലേഷൻ വന്നു അല്ലേ. അപ്പോൾ 2 റിലേഷൻ വന്നുകൊണ്ട് എന്താണ്? അതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? എഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദ എലമെൻറ്റ് ഓഫ് സി ഓഫ് എ ഡസ് നോട്ട് ഹാവ് എ യുണീക്ക് ഇമേജ് ഇൻ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, എഫ് ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ഫിഗർ നോക്കിയേ, എക്ക് കണ്ടോ, എയും ബിയും 1 2 3 എ തന്നിട്ടുണ്ട്, ബി 2 4 6 അതിന് കറക്റ്റ് റിലേഷൻ കാണിക്കുന്നുണ്ട്. എക്ക് ബി 1 2 റിലേഷൻ, 2 വേറിലേക്ക് റിലേഷൻ, 3 6 റിലേഷൻ. അപ്പോൾ നമുക്കതൊരു ഫംഗ്ഷനാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാരണം എന്താ? എയിലുള്ള എലമെൻറ്റിനും ബി ആയിട്ടൊരു റിലേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഒക്കെ യൂണീക്ക് റിലേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡി ക്വസ്റ്റ്യൻ നോക്കിയേ. എയിലുള്ളത് 1 2 -1, ബിയിലുള്ളത് എന്താണ്? 1ഉം 4ഉം ആണ്. അപ്പം എയിലുള്ള എല്ലാ എലമെൻസിനും ഒരൊറ്റ റിലേഷൻ ബിയിലുള്ള റിലേഷൻ ആയിട്ടുള്ളൂ അല്ലേ, 1,1 അല്ലേ. ബട്ട് ബിയിലുള്ളത് എന്താണ്? എയിലുള്ളതിനും ഒറ്റ യുണീക്ക് ഇമേജ് ആണ് ബിയിലുള്ളത്. അപ്പോൾ നമുക്ക് ബിയിൽ ഇങ്ങോട്ട് ഇമേജ് ഉണ്ട്. ഓക്കെ, 1 അല്ലേ, 1,1 വരും, 2,4 വരും, -1,1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എയിലുള്ളത് നോക്കുക ഫസ്റ്റ്. എയിലുള്ളതിനൊക്കെ ഒറ്റ റിലേഷനേ ഉള്ളൂ ബി ആയിട്ട്. അപ്പോൾ ബിയിലുള്ളതല്ല, എയിലുള്ളത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, എഫ് ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് എവറി എലമെൻറ്റ് ഇൻ എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫിഗർ വെച്ചിട്ടും എങ്ങനെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. ഫസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെ ഫംഗ്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഡൊമൈന് നോക്കുക, യുണീക്ക് റിലേഷൻ ആണോ അല്ലേ. എയിൽ തന്ന ക്വസ്റ്റ്യൻസ് ഒറ്റ പ്രാവശ്യം ബി ആയിട്ട് റിലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണോ എന്ന് നോക്കുക. അതേപോലെ ഡൊമൈനും എയും തമ്മിൽ ഈക്വൽ ആണെന്ന് നോക്കുക. ഈക്വൽ അല്ലെങ്കിൽ അതൊരു ഫംഗ്ഷൻ അല്ല. പിന്നെ ഈ ഫിഗറിൽ നോക്കുമ്പോൾ എങ്ങനെ നോക്കണം? എല്ലാത്തിനും യുണീക്ക് റിലേഷൻ ആണോ നോക്കുക അല്ലേ, ഫിഗർ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, 2.13. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ചെയ്യുന്നതാണ് 2.13. ഫൈൻഡ് ഡൊമൈൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഓക്കെ, എല്ലാത്തിനും ഡൊമൈൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്താ ക്വസ്റ്റ്യന്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? y = +√(x−3) എന്നാണ് പറഞ്ഞത്. y = +√(x−3). ബി ക്വസ്റ്റ്യൻ എന്താണ്? y = x എന്നല്ല, പ്ലസ് എന്നാണ് കേട്ടോ, +√2 - x 4 + x എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? √(x−2) എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫംഗ്ഷൻ y അല്ലേ, y = √(x−2) എന്നാണ് തന്നത്. റിയൽ റൂട്ട്സ് ഓഫ് y മസ്റ്റ് ബി x-2 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ല. റിയൽ റൂട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x = എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നാവണം അല്ലേ. x-2 = 0 വരുമ്പം x = 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാവണം എന്ന് എഴുതാം.
ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ വിൽ ബി ഓൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2-നേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണതായിരിക്കും അതിൻ്റെ ഡൊമൈൻ, ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് ബി ക്വസ്റ്റ്യൻ. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് 4 പ്ലസ് എക്സ് ആണ് ക്വസ്റ്റ്യൻ, ഇൻറ്റു 4 പ്ലസ് എക്സ്. ഓക്കെ, in order to have real values of y, it must be 2 minus x ഉം 4 plus x എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 അല്ല. റൂട്ടിനുള്ളിൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 അല്ലേ. മൈനസ് ഒരിക്കലും മൈനസ് വാല്യൂ വരാൻ പറ്റില്ല റൂട്ടിനുള്ളിൽ അല്ലേ, നോട്ട് ഡിഫൈൻഡ് എന്നാണ് അല്ലേ, മൈനസ് വാല്യൂ റൂട്ടിനുള്ളിൽ വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 2 മൈനസ് എക്സും 4 പ്ലസ് എക്സും എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, റിസൾട്ട് അപ്പോൾ 2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. കാരണം രണ്ട് ഇതുള്ളത് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. 2 മൈനസ് എക്സ് ഒന്ന് എടുക്കാം, 4 പ്ലസ് എക്സും എടുക്കാം. ഓക്കെ, അപ്പോൾ 2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, 4 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്താം, 2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് എന്ത് വരും, 2 ഈസ് ഈക്വൽ ടു എക്സ് വരും. അപ്പോൾ എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. എക്സ് അടുത്ത കേസിൽ എന്ത് വരും, ലെസ് ദാൻ, ആ ഒരു ഫംഗ്ഷൻ വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4 എന്നും കിട്ടും. ഓക്കെ, ഡൊമൈൻ കൺസിസ്റ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് സച്ച് ദാറ്റ് -4 എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. കേസ് 2ൻ്റെ കേസ് നോക്കിയേ, ലെസ് ദാൻ വന്നാൽ 2 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 4 പ്ലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4. ബട്ട് എക്സ് കനോട്ട് ടേക്ക് എനി റിയൽ വാല്യൂസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 അല്ലേ. എക്സിന് നമുക്ക് എന്താണ് റിയൽ വാല്യൂ വിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം അല്ലേ, ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ആയിരിക്കും. ഫ്രം ബോത്ത് കേസസ് ഡൊമൈൻ എന്താണ് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് അല്ലേ, എക്സ് ലെസ് ദാൻ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 2.14. ഫോർ ദ ഫംഗ്ഷൻ for f of x is equal to y is equal to 2x plus 1, find the range when domain is equal to, domain എന്താണ്, -3 -2 -1 0 1 2 3 അല്ലേ. ഡൊമൈൻ അവിടെ തന്നിട്ടുണ്ട്, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, എന്താ ഫംഗ്ഷൻ തന്നത്, f of x is equal to y is equal to 2x plus 1 ആണ്. ഓക്കെ, y is equal to 2x plus 1 ആണ്. ഇങ്ങനെ ചെയ്യാം. ഫൈൻഡ് ദ റേഞ്ച് വെൻ ഡൊമൈൻ, ഡൊമൈൻ കണ്ടുപിടിക്കണം നമുക്ക്, റേഞ്ച് കണ്ടുപിടിക്കാൻ ഡൊമൈൻ തന്നിട്ടുണ്ട്, നമുക്കൊരു റിലേഷനും തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്, y is equal to 2x plus 1 ആണ് തന്നത്. ഓക്കെ, ഓക്കെ, ഫോർ ദ ഗിവൻ വാല്യൂസ് ഓഫ് എക്സ് വി ഹാവ് f of -3 is equal to, ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മൾക്ക് തന്ന ഡൊമൈനുള്ള എല്ലാ ഇതെന്താണ് നമ്മൾ വെച്ചിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, എല്ലാ ഡൊമൈനിലുള്ള എല്ലാ നമ്പേഴ്സും വെച്ചിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ എന്താണ് എഫ് ഓഫ് -3, എഫ് ഓഫ് -3 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, അങ്ങനെ ഈ തന്ന ഫംഗ്ഷൻ y is equal to 2x plus 1 എന്നാണ്. അപ്പോൾ എഫ് ഓഫ് -3 എന്ന് വരുമ്പോൾ എങ്ങനെ വരും, 2 × -3 + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും is equal to -5 എന്ന് വരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇങ്ങനെ എഫ് ഓഫ് -2 എന്ന് ഇടുമ്പോൾ എങ്ങനെ വരും, അതേപോലെ എക്സിൻ്റെ പകരം അവിടെ എന്തിട്ട് കൊടുക്കുക, -2 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് -2 ഈസ് ഈക്വൽ ടു 2 × -2 + 1 ഈസ് ഈക്വൽ ടു -3 എന്ന് വരും. ഓക്കെ, അതുപോലെ എഫ് ഓഫ് -1 എന്ന് വന്നാൽ എന്ത് വരും, 2 × -1 + 1 എന്ന് എഴുതാം. ഓക്കെ ആണോ, ഈസ് ഈക്വൽ ടു -1 എന്ന് പറയും. അതുപോലെ ഇനി 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡൊമൈനിൽ തന്ന എല്ലാ എലമെൻറ്റിനെയും വെച്ചിട്ട് നമ്മൾ ഈ റിലേഷൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തേ. ഇനി 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, 2x + 1 എന്നാണ്. 2 × 0 എന്ന് വരുമ്പോൾ അവിടെ 0 വരും, +1 ഉള്ളതുകൊണ്ട് അത് 1 മാത്രം കിട്ടും. ഓക്കെ, അതുപോലെ എഫ് ഓഫ് 1, ഇനി അടുത്ത് എന്താ 0 കഴിഞ്ഞിട്ട് 1 ആണല്ലേ. അപ്പം നമ്മൾ ആദ്യം 2x + 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 1 + 1 ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. എഫ് ഓഫ് 2 എന്നുള്ളത് എന്ത് വരും, 2 × 2 എന്ത് വരും, 2 × 2 + 1 എന്ന് വരും അല്ലേ, ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 2 × 3 + 1 ഈസ് ഈക്വൽ ടു 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് കിട്ടി. സെറ്റ് ഇതൊക്കെ നമ്മൾ ഓർഡർഡ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം, ഓരോന്നിനും ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് എഫ് ഓഫ് -3 ചെയ്തപ്പോൾ നമുക്ക് -5 എന്നായി കിട്ടിയത്. അപ്പോൾ നമ്മൾ റേഷ്യോ ഒക്കെ നിന്നാണ് സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ ആയിട്ട് നമ്മൾ എഴുതി -3,
എന്താണ് -3 നമുക്ക് എവിടുന്ന ഡൊമൈനിലുള്ള -3 ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. -3 കോമ പിന്നെ കിട്ടിയ -5 കോമ -2 കോമ -3 -1 കോമ -1 0 കോമ 1 1 കോമ 3 2 കോമ 5 3 കോമ 7. ഓക്കെ, നമ്മൾ അവിടെ പേരിൽ എല്ലാം എഴുതി. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് എന്തായിരിക്കും? -5 -3 -1 1 3 5 7 എന്നുള്ളതാണ് നമ്മളുടെ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തിനും സെക്കൻഡ് എലമെൻ്റ് ആണ് നമ്മളുടെ റേഞ്ച് അല്ലേ. -5 -3 -1 1 3 5 7 എന്നുള്ളതാണ് നമ്മളുടെ റേഞ്ച് എന്ന് വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. Okay, graphical representation of functions. Since any function can be represented by ordered pairs, therefore a graphical representation of the function is always possible. For example, consider y is equal to x square ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് y is equal to x square എന്നാണ് നമ്മൾ ഗ്രാഫിക്കലി ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എക്സും വൈയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ തന്നത്? y ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നത് y is equal to x square എന്നാണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 -1 2 -2 3 -3 4 -4 എന്നുള്ളതാണ്. y എന്നുള്ള എന്തായിരുന്നു? 0 1 1 4 കോമ എന്നല്ല 4 5 അല്ല. അപ്പോൾ നമ്മളവിടെ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു എലമെൻറ്റ്സ് അല്ലെ നമുക്കറിയാം ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് അവിടെ കുറച്ച് എലമെൻറ്റ്സ് വേണം. എക്സിലും വൈയിലും ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് അവിടെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എലമെൻറ്റ്സ് എഴുതാണ്. നമുക്ക് എക്സിലുള്ളത് എന്തൊക്കെയായിരുന്നു? 0 1 -1 2 -2 3 -3 4 -4 എന്നുള്ളത്. ഓക്കെ, പിന്നെന്താണ് വൈയിലുള്ളതോ? 0 1 1 4 4 9 9 16 16. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മളവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുക. മൈനസ് വാല്യൂ ഉള്ളത് കൊണ്ട് എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് കൊടുക്കണം അല്ലേ. ഫസ്റ്റ് എക്സ് വൈൻ്റെ നമുക്ക് 4 ക്വാഡ്രൻറ്റ് വരും. ഫസ്റ്റിൽ എന്താണ് ക്വാഡ്രൻറ്റിൽ ഫുൾ പോസിറ്റീവ് ഉള്ളത്. ഇപ്പുറത്തെ ക്വാഡ്രൻറ്റ് എന്ത് വരും? എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ഉള്ളത്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രൻസ് അറിയില്ലേ. അപ്പം 4 നമ്മളിപ്പോൾ 4 ഇതാക്കിയിട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ക്വാഡ്രൻറ്റ് എന്നാൽ എന്താണ്? രണ്ടും നെഗറ്റീവ് ഉള്ളത്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ഉള്ള ക്വാഡ്രൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം എക്സിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 2 ക്വാഡ്രൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യാം? ഓക്കെ, എക്സ് വൈ എന്നുള്ളത് 4 ഭാഗത്തിൽ എക്സും വൈ ഇവിടെ എക്സ് വൈ പിന്നെ -x അല്ലെ. എക്സ് ഡാഷ് ഓർ -x എന്നാണ് വരിക. വൈ ഡാഷ് എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ 1 2 3 ഏതാണ് മാക്സിമം വരെ 1 2 3യിലാണ് എക്സ് വരുന്നത്. വൈ എത്ര വരെ വരുന്നുണ്ട്? 16 വരെ വരുന്നുണ്ട്. അപ്പോൾ 16 വരെ അവിടെ അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ 1 0 0 അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമ്മളുടെ ഒറിജിൻ 0 0 ഒറിജിൻ പിന്നെ 1 1. ഓക്കെ, പിന്നെന്താണ് 2 4 പിന്നെന്താണ് അല്ലേ പോസിറ്റീവായിട്ടുള്ളതൊക്കെയാണ് ഈ സൈഡിൽ, നെഗറ്റീവ് ഉള്ളതാണ് അല്ലേ. -1 1 -2 4 അങ്ങനെ നമ്മളുടെ ഫുള്ളി നമ്മളത് മാർക്ക് ചെയ്ത് നമുക്കൊരു പാരാബോളിക് ഷേപ്പാണ് നമുക്ക് കിട്ടി അല്ലേ. ഒരു പാരാബോളിക് ഷേപ്പ് നമുക്ക് ഗ്രാഫിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ കിട്ടി. ഒരു പാരാബോളിക് ഷേപ്പ് കിട്ടി അല്ലേ. കണ്ടോ, വരച്ച് കണ്ടോ? -4 16 ലാസ്റ്റ്, അപ്പുറത്ത് 4 16 ആണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വെച്ചിട്ട് നമുക്കൊരു പാരാബോള ഷേപ്പ് തന്നെയാണ് കിട്ടിയത് അല്ലേ, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. എന്ത് ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് അല്ലേ. ഫംഗ്ഷനിൽ ഇപ്പോൾ y = x² എന്ന് തന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ച് ചെയ്തത്. ഇനിയിപ്പം അതുപോലെ വേറെ y = x+1 എന്നൊക്കെ തന്നാൽ നമ്മൾ അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. Okay, some special functions. 2.5.1 monotonic function. Let f such that a tends to be function, then f is said to be monotonic on an interval ab. അല്ലേ, monotonic എന്താണ്? സം സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നോക്കുക. സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവൽ. എന്താണ്? for a function to be increasing on an interval ab. ഓക്കെ, എ ബിയിൽ ഇൻക്രീസിങ് ആണ്. എക്സ് എന്താണ്? അതാണ് എക്സ് ലെസ് ദാൻ x2. ഓക്കെ ഓക്കെ എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഓഫ് f(x2) ഫംഗ്ഷൻ എഴുതുമ്പോൾ x1 x2 എലമെൻറ്റ് ഓഫ് എ ബി ആണ്. ഫോർ ഫംഗ്ഷൻ ടു ബി ഡിക്രീസിങ് ഓൺ ഓഫ് എ ബി എന്താണ്? ഇങ്ങനെ ഡിക്രീസിങ് ആണെങ്കിൽ ഇങ്ങനെ വരും x1 ലെസ് ദാൻ x2 f of x1 ഗ്രേറ്റർ ദാൻ ഓഫ് f of x2 അല്ലേ.
നമ്മൾ ഫംഗ്ഷനാണ് അവിടെ ഡിക്രീസിങ് ആവുന്നത്. ഓക്കെ, x1 x2 എലമെൻറ്റ് ഓഫ് എ ബി. A function may not be monotonic on the whole domain, but it can be on different intervals of the domain. Consider the function f such that r defined by f of x is equal to x square, x1 x2 എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, ഇൻഫിനിറ്റി x1 ലെസ് ദാൻ x2 എന്നാണ് അല്ലേ. എഫ് ഈസ് എ മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ 0, ഇൻഫിനിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ഇൻ ദിസ് ഇൻ്റർവൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് x1 x2 എന്താണ് എലമെൻറ്റ് ഓഫ് എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നാണ്. ഓക്കെ, ഇൻഫിനിറ്റി 0, x1 എന്താണ് ലെസ് ദാൻ x2, എഫ് ഓഫ് x1 ലെസ് ദാൻ എന്താണ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 എന്നാണ്. ഓക്കെ, f is a monotonic function on minus infinity to infinity. It is only a decreasing function on this interval. Therefore, if we talk of the whole domain, given function is not monotonic on R, but it is monotonic on minus infinity, 0. 0, infinity. Again, consider the function f of such that R is equal to defined by f of x is equal to x cube. Clearly, x1 x2 domain of x1 less than x2, f of x1 less than of f of x2. Given function is monotonic on R, that is all the whole domain ആണ്. ഓക്കെ, മോണോട്ടോണിക്കിൻ്റെതാണ് വലിയ അധികം നോക്കണ്ട കേട്ടോ, കുറച്ച് ടഫാണ്, റീഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഇവൻ ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഇവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ എന്താണ് ഇവൻ ഫംഗ്ഷൻ ആണെന്നെങ്കിൽ, ഇവൻ എന്താണെന്നറിയാം, ഇവൻ നമ്പേഴ്സ് ആണ്. ഇവൻ ഫംഗ്ഷൻ ഫോർ എക്സ് ഓഫ് ഡൊമൈൻ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ് എഫ് ഓഫ് എക്സ് ആവണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്താണ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെൻ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ആണ് അല്ലേ, -1 ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് ഈ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1നെ സ്ക്വയർ ചെയ്യുമ്പം -1നെ സ്ക്വയർ ചെയ്യുമ്പം 1 അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും എക്സ് സ്ക്വയർ എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ എന്ത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, സെക്കൻഡ് എന്താണ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ അതിന് എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും കോസ് മൈനസ് എക്സ്. കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് എക്സ് ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. ഓക്കെ, അതിൽ എഫ് ഓഫ് എക്സിൽ എക്സ് ആണെങ്കിൽ ദെൻ എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും മൈനസ് എക്സ് അല്ലേ അല്ലേ നമുക്കറിയാം അല്ലേ എന്താണ് എഫ് ഓഫ് എക്സ് തന്നെ വരും. ഓക്കെ, ജസ്റ്റ് അത് ഗ്രാഫിക്കൽ ഓഡ് ഫംഗ്ഷൻ. അടുത്തെന്താണ് 2.5.3 ഓഡ് ഫംഗ്ഷൻ ആണ്. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി എൻ ഓഡ് ഫംഗ്ഷൻ ഇറ്റ് ഫോർ ഈച്ച് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എന്താണ് എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ എന്താണ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. ഫോർ എക്സാമ്പിൾ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദെൻ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് എക്സ് ഓൾ ക്യൂബ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. 2.5.3 odd function. A function is said to be an odd function it for each x എന്താണ് എഫ് ഓഫ് മൈനസ് എക്സ് എന്താ വരും ഈ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്ത് പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈസിക്കൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും മൈനസ് ഓഫ് എക്സ് ഓൾ ക്യൂബ് വരും അല്ലേ. എക്സ് ക്യൂബ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം മൈനസ് ഓഫ് എക്സ് വരുമ്പോൾ അവിടെ മൈനസ് ഇടണം എന്നറിയാം അല്ലേ. അപ്പോൾ മൈനസ് എക്സ് ഓൾ ക്യൂബ് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. നമുക്ക് ഒരു എന്താണ് എലമെൻറ്റ് നമ്മൾ ക്യൂബ് വെച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ് മൈനസ് തന്നെ എന്തായാലും വരും അല്ലേ. മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് തന്നെയാണ് അല്ലേ. അടുത്ത എന്തായിരുന്നു സെക്കൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു സൈൻ എക്സ് ആണ് ദെൻ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ് ദെൻ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് ആണ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഗ്രാഫ് ഓഫ് തോട്ട് ഫംഗ്ഷൻ വൈ ഈസിക്കൽ എക്സ് ഉള്ളത് എങ്ങനെ ഗ്രാഫ് ഒന്ന് നോക്കിയേ. അത് എക്സ് വൈൻ്റെ ഗ്രാഫ് മൈനസ് വരുമ്പോൾ മൈനസ് എക്സ് മൈനസ് വൈൻ്റെ ഗ്രാഫാണ്. ഓക്കെ, അടുത്തെന്താ 2.5.5 എന്താണ് പൊളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എനി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് എ പൊളിനോമിയൽ ഈസ് കോൾഡ് എ പൊളിനോമിയൽ ഫംഗ്ഷൻ. എന്താണ് ഏതൊരു ഫോം പൊളിനോമിയൽ എന്താണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഡിഫൈൻ ഇൻ ദ ഫോം ഓഫ് പൊളിനോമിയലിനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ അതിനെ നമ്മൾ പൊളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 4x മൈനസ് 2 എന്നാണ് നമ്മളുടെ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 5x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 5 എന്നുള്ളതും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3
ആർ ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് ദ ടൈപ്പ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു കെ, വേർ കെ ഈസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് ഓൾസോ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തെന്താണ് റാഷണൽ ഫംഗ്ഷൻ. ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്, പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. അടുത്തെന്താണ് റാഷണൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ദ ടൈപ്പ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. നമുക്കറിയാം റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷൻ വരുന്ന ടൈപ്പാണ്. ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, വേറെ എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഒരിക്കലും നമ്മൾ എന്താണ് ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അറിയാലോ, ബൈ 1/x എന്നുണ്ടാകുമ്പോൾ ന്യൂമറേറ്റർ 1ഉം എക്സ് ഡിനോമിനേറ്ററും ആണ്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്താണ് നോട്ട് ഈക്വൽ ടു 0, ഒരിക്കലും എന്താണ് ഈക്വൽ 0 ആവാൻ പാടില്ല. ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ എന്താണ് പോളിനോമിയലാണ്. ഓക്കെ, functions are called rational functions. For example, f of x is equal to x square minus 4 by x plus. ഇതൊക്കെ എന്താണ്, ഇതാണ് റാഷണൽ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താണ് എക്സ് ഒരിക്കലും -1 ആകാൻ പറ്റില്ല. എന്തുകൊണ്ട് എക്സ് -1 ആകാൻ പറ്റാത്തത്? കാരണം താഴത്തുള്ള എക്സ് -1 ആണെങ്കിൽ -1 + 1 എന്തായാലും -1 + 1 ആണ് 0 വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എക്സ് ഒരിക്കലും -1 ആവരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ചിരുന്നിരുന്നു നേരത്തെ പൊളിനോമിയൽ ഫംഗ്ഷൻ, എന്താ പൊളിനോമിയൽ രൂപത്തിൽ അല്ലേ. പൊളിനോമിയൽ രൂപത്തിൽ പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ പഠില്ലേ. എ സ്ക്വയർ + 2a എന്തായിരുന്നു, എക്സ് സ്ക്വയർ എക്സ് + b എക്സ് + c ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് ഒരു പൊളിനോമിയൽ എന്താണ് ഇക്വേഷൻ, പൊളിനോമിയൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം അത് എന്താണ്, എക്സിന് നമുക്ക് ഏത് വാല്യൂ കൊടുക്കട്ടെ പൊളിനോമിയൽ ആയതുകൊണ്ട്. ഇതിപ്പം മാം പറഞ്ഞത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആവുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റാഷണൽ ഫംഗ്ഷൻ എങ്ങനെ എഴുതാന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ -4 ബൈ എക്സ് + 1 എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്തതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ അല്ലേ. ലോഗ് ഒക്കെ കേട്ടിട്ടുണ്ടോ, ലോഗ് ടൈപ്പിലൊക്കെ നമുക്ക് ഫംഗ്ഷൻ എഴുതാം. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ e⁻⁴ x. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, e⁻x വി റൈറ്റ് ഈക്വാലിറ്റി ആസ് എക്സ് ഈ ലോഗ് ഇ വൈ അല്ലേ. നമുക്ക് e⁻x നമുക്ക് എന്ത് ചെയ്യാം, ഇക്വാലൻസി നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് y എന്ന് എഴുതാൻ പറ്റും. ദെൻ y ഈസ് ഈക്വൽ ടു log x. ഓക്കെ, ഇറ്റ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് y ഈസ് ഈക്വൽ അല്ലേ, ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദ ബേസ് ഓഫ് ദ ലോഗരിസം ഈസ് നോട്ട് റിട്ടൺ ഇൻ ഇഫ് ഇറ്റ് ഈസ് e ആൻഡ് സോ ലോങ് log x ഈസ് യൂഷ്വലി റിട്ടൺ ആസ് log x. ഓക്കെ, ആസ് യൂഷ്വലി y is equal to e⁻x, y is equal to log x are inverse functions. Their graphs are also symmetric with respect to line. Okay, y equal to e⁻x ഉം y is equal to log x ഉം ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, log x-ന് ഇൻവേഴ്സ് ആണ് എന്താണ് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ, 9th 8th പഠിച്ചിട്ടുണ്ടാവും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഒക്കെ. Okay, the graph of the y is equal to log x can be obtained from that of y is equal to e⁻x by reflecting it in the line y is equal to x. Okay, എന്താണ് കുറച്ച് റീകോൾ നമ്മൾ കുറച്ച് ഓർക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ലേണേഴ്സ് മേ റീകോൾ ദ ലോ ഓഫ് ഇൻഡിസസ് വിച്ച് യു ഓൾറെഡി സ്റ്റഡി ഇൻ സെക്കൻഡറി മാത്തമാറ്റിക്സ്. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0, എം ആൻഡ് എൻ ആർ എനി റാഷണൽ നമ്പേഴ്സ്, ദെൻ a⁻m dot a⁻n ഈസ് ഈക്വൽ ടു എന്താണ്, a⁻m + n ആണ്. ഓക്കെ, a⁻m dot a⁻n ഈസ് ഈക്വൽ ടു a⁻m + n ആണ്. a⁻m എന്താണ് ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, a⁻m - n ആണ്. ഓക്കെ, എന്താണ് a⁻m dot a⁻n എന്നുള്ളത് എങ്ങനെ വരും, a⁻m + n ആണ്. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ എന്ത് വരും, എന്താണ് എങ്ങനെ വരും, a⁻m dot a⁻n എന്ന് പറഞ്ഞാൽ എമ്മും സെയിം നമ്പറിൻ്റെ റേസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആ റേസ്റ്റ് വന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ a⁻m ഡിവൈഡഡ് ബൈ a⁻n എങ്ങനെ എഴുതാൻ പറ്റും, a⁻m - n എഴുതാൻ പറ്റും. ഓക്കെ, ഡിവിഷനാണ്. a⁻m ബൈ a⁻n ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എഴുതിയിട്ട് m - n എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കണം. a⁻m ഓൾ റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, a⁻mn ആണ്. ഈ m n എന്നൊക്കെ പറഞ്ഞാൽ ഏത് റിയൽ നമ്പറും ആവാം, 3 4 എങ്ങനെ ഏത് റിയൽ നമ്പറും ആവാം കേട്ടോ. പിന്നെ a⁻0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, ദ കറസ്പോണ്ടിങ് ലോ ഓഫ് ലോഗറിതംസ് ആർ log mn ഈസ് ഈക്വൽ ടു log m + log n. ഓക്കെ, എന്താ log mn എന്ന് പറഞ്ഞാൽ, log mn എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, log m + log n എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ log m/n എങ്ങനെയാണ്, log m - log n. ഓക്കെ, ഇതിപ്പോൾ ലോഗറിതമെറ്റിക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ലോസുകളുണ്ട്. ഓക്കെ, അപ്പോൾ log mn എന്ന് പറഞ്ഞാൽ log m + log n ആണ്.
ലോഗ് എം ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എം മൈനസ് ലോഗ് എൻ എന്നാണ്. ഓക്കെ, ലോഗ് എം റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു എൻ ലോഗ് എ റേസ് ടു എം ആണ്. ഓക്കെ, ലോഗ് ബി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എം ബൈ ലോഗ് ബി ആണ്. ഓക്കെ, ലോഗ് ബി എം എന്ന് പറഞ്ഞാൽ ലോഗ് ബി എം ലോഗ് എ എന്നാണ്. ഓക്കെ, എ ബി എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ ബി എന്താണ്? 1 ആയിട്ട് ഈക്വൽ ആവരുത്. ഓക്കെ, എ ബി 1 ആണെന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെയല്ലേ 1 വരുമ്പോൾ? 1 റേസ് ടു എന്നാൽ 1 തന്നെയല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ് എ ബി. അടുത്ത 2.5.10 എന്താ? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണല്ലേ ഐഡൻറ്റിറ്റി. ഓക്കെ, എങ്ങനെ വരും? If let R be the set of real numbers, define the real valued function f of such that R by y is equal to f of x is equal to x, for which x element of R. Such function is called identity function. Here the domain and range of R of f are R ആയിരിക്കും. The graph is straight line ആയിരിക്കും. It passes through origin. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ എന്താ? അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പറയാന്നുള്ളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് നോക്കുക. ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് സച്ച് ദാറ്റ് എർ ആർ എന്താണ്? എ ബൈ ആർ ബൈ വൈ ഈസിക്കൽ എഫ് ഓഫ് എക്സ് ഈസിക്കൽ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എവർ എക്സ് സി ഈസിക്കൽ കോൺസ്റ്റൻറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ആർ ഇൻ ഇറ്റ്സ് റേഞ്ച് ഈസ് സി. ഓക്കെ, the line is graph is line parallel to x-axis. എന്താണ്? The graph is a line parallel to x-axis. For example, f of x is equal to 4. For each x element of R, then its graph will be shown as ഗ്രാഫ് വേണ്ട ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ എവിടെയും ചേഞ്ച് എക്സിലും വൈലൊന്നും ഒരു ചേഞ്ച് വല്ല ഒരു കോൺസ്റ്റൻറ്റിലായിരിക്കും. ഓക്കെ, at a signum function, the function f such that r defined by f of x is equal to 1 if x greater than 0, 0 if x is equal to 0, if minus 1 if x is less than 0 is called a signum function. Okay, എന്താ പറയുന്നത്?